യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഇങ്ങനെയാണ്: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇപ്പം ദൈവത്തിൻ്റെ മക്കളാവുക, ഒരുപക്ഷെ നമ്മൾ ജനറലി ഇങ്ങനെ പറഞ്ഞേക്കാം, ലോകത്തിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് നമുക്ക് പറഞ്ഞേക്കാം. പക്ഷേ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ മക്കളാകുന്നില്ല. നമ്മൾ ദൈവത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ടാകാം, പക്ഷെ മക്കളാകാൻ അങ്ങനെ സാധിക്കില്ല. എബ്രഹാം തൻ്റെ ദാസിമാരുടെ മക്കൾക്കെല്ലാം അനേകം സമ്മാനങ്ങൾ കൊടുത്തു വിട്ടു. പക്ഷേ അവകാശം കൊടുക്കാൻ നേരത്ത് അവൻ്റെ സ്വന്തം അവകാശത്തിൽ ജനിച്ച പുത്രനെ മാത്രമേ അവൻ ഓർത്തുള്ളൂ. അതുപോലെ നമുക്ക് മക്കളെന്ന് പറഞ്ഞ് പല അവകാശങ്ങളും പല ഗിഫ്റ്റുകളും ദൈവത്തിൽ നിന്ന് വാങ്ങിക്കുന്നവരുണ്ട്. ജോലി വാങ്ങിക്കുന്നവരുണ്ട്, കർത്താവേ നീയാണ് എന്നെ സഹായിച്ചത്, രോഗസൗഖ്യം വാങ്ങിക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി ലോകത്തിലെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്നവർ അനേകരുണ്ടെങ്കിലും ഈ മക്കളെന്ന അവകാശം പ്രാപിക്കുന്നവർ കുറവാണ്. എങ്ങനെയാണ് നമ്മൾ മക്കളായി മാറുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ മക്കളെന്ന അവകാശം പ്രാപിക്കുവാൻ 2 കാര്യങ്ങൾ ആവശ്യമായിരുന്നു. ഒന്ന്, ക്രിസ്തുവിനെ കൈക്കൊള്ളുക. അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. ക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കൈക്കൊള്ളുക എന്നുള്ളതല്ല, വീടിൻ്റെ ഫ്രണ്ടിലൊരു ബോർഡ് വെച്ച് കൈക്കൊള്ളുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് കൈക്കൊള്ളുക എന്നുള്ളതാണ്. എന്നിട്ട് അവൻ്റെ നാമത്തിൽ, ആ ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ താഴത്തെ വാക്യം, 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവർ എങ്ങനെയൊക്കെ ആകാൻ പറ്റില്ല, ദൈവമക്കളാകാൻ എങ്ങനെയൊക്കെ പറ്റില്ല, എങ്ങനെയാണ് പറ്റുന്നത്? അവർ രക്തത്തിൽ നിന്നല്ല. അപ്പോൾ പാരമ്പര്യം ഈസ് റൂൾഡ് ഔട്ട്. അതായത് രക്തബന്ധത്തിലൂടെ ഒരാൾക്ക് ദൈവത്തിൻ്റെ മകനാകാനോ മകളാകാനോ സാധിക്കില്ല. കാരണം അപ്പനും അമ്മയും വിശ്വാസികളാണ് എന്നുള്ളതിൻ്റെ പേരിൽ മക്കൾ വിശ്വാസികൾ ഓട്ടോമാറ്റിക്കലി വിശ്വാസികളാകുന്നില്ല. 2, ഇതാണ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു കാര്യം. ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല. ഈ ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മുടെ തീരുമാനങ്ങളാലും അല്ല എന്നതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ വീണ്ടും ജനിക്കാത്ത ഒരാൾ ജീവിക്കുന്ന ജഡത്തിലാണ്. ഇപ്പം വീണ്ടും ജനിക്കാത്ത ഒരാൾ ജഡത്തിൽ തീരുമാനിക്കുകയാണ്, ഞാൻ ഇന്നോട്ട് ദൈവത്തിൻ്റെ മകൻ, തീരുമാനത്താലും ഉണ്ടായില്ല. കാരണം നമുക്കറിയാം, നമ്മൾ കുഞ്ഞുങ്ങളായ ഒരു വീട്ടിൽ ജനിക്കാൻ നേരത്ത് ഞാൻ തീരുമാനിച്ചിട്ടല്ല ജനിക്കുന്നതാണോ? നിങ്ങളാരെങ്കിലും ഈ വീട്ടിൽ ജനിച്ചേക്കാൻ തീരുമാനിച്ച് ജനിച്ചവരുണ്ടോ? ആരുമില്ല. ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാൻ ജനിച്ചല്ലോ എന്ന് അറിഞ്ഞത് തന്നെ. നോ വൺ ഡിസൈഡ്സ് ടു ബി ബോൺ ഇൻ എ പർട്ടിക്കുലർ ഫാമിലി. അങ്ങനെ ആരും ചെയ്യുന്നില്ല. ഒരാൾക്ക് സ്വന്തം ജനനം വില്ല് ചെയ്യാൻ പറ്റില്ല, ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ജനിച്ചേക്കാം എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഇന്ന് പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തീരുമാനമെടുക്കലുകളിലൂടെ വീണ്ടും ജനിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ തീരുമാനമെടുക്കൽ എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ ഇമോഷണൽ പ്രതിസന്ധിയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ അതങ്ങ് മറക്കും. പക്ഷെ ജീവിതകാലം മുഴുവൻ ഞാൻ തീരുമാനമെടുത്ത ആളാണെന്നൊരു ചിന്തയിൽ രക്ഷിക്കപ്പെട്ടതാണെന്നൊരു മൗഢ്യധാരണ ഇവർക്കുണ്ടായേക്കാം. ഒരു പ്രാവശ്യം കൈപൊക്കി, ഒരു പ്രാവശ്യം തീരുമാനമെടുത്തു. പക്ഷെ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ബൈ ദാറ്റ് വൺ ഡിസിഷൻ ദേ ഡോണ്ട് ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അവർ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നില്ല. പക്ഷേ വലിയൊരു പങ്ക് ആളുകളും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്, ഞാൻ വീണ്ടും ജനിച്ചതാണ് എന്ന്. പക്ഷെ വീണ്ടും ജനനത്തിൻ്റെ ചില ലക്ഷണങ്ങൾ അവർ കാണിച്ചേക്കാം. ബട്ട് സ്റ്റിൽ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗവും കർത്താവുമായി വരുന്നില്ലെങ്കിൽ യു ആർ നോട്ട് ബോൺ അഗെയിൻ. ഇനി ജഡത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്നല്ല എന്ന് പറയുന്നത് വളരെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. യു കനോട്ട് ജസ്റ്റ് ഡിസൈഡ് യുവർ സാൽവേഷൻ. യു കനോട്ട് just take a decision and become God's child. That's not possible. പുരുഷന്റെ ഇഷ്ടത്താലുമല്ല. ദാറ്റ് മീൻസ് ഒരു വിവാഹത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട്ടിലാണെങ്കിൽ അപ്പനോ മുതിർന്നവരോ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാണ്, പുരുഷൻ പറഞ്ഞു, അപ്പോൾ സ്ത്രീ ഓട്ടോമാറ്റിക്കലി എന്തായി? ക്രിസ്ത്യാനിയായി ആവില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു മേക്ക് എ പേഴ്സൺ ക്രിസ്ത്യൻ. ഇവിടെ നമ്മൾ പലപ്പോഴും ഈ മതപരിവർത്തനം അത് ഇതെന്നൊക്കെ പറയുമ്പം ഈ പരിവർത്തനത്തിന് പോകുന്നവരും പരിവർത്തനമെന്ന് ആരോപിക്കുന്നവർക്കൊക്കെ മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്, നോ വൺ ക്യാൻ മേക്ക് അനദർ പേഴ്സൺ എ ക്രിസ്ത്യൻ. അവരോട് സുവിശേഷം പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഇതാണ് സുവിശേഷം എന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരാതെ ഒരിക്കലും മക്കളുണ്ടാകുന്നില്ല. അടുത്ത വാക്യം എന്താണ്?
പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പം മക്കളുണ്ടാകണമെങ്കിൽ, എനിക്ക് എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും മകനായി ജനിക്കണമെങ്കിൽ ഞാൻ അവരുടെ മകനായി അവരുടെ ഇഷ്ടത്തിൽ ജനിക്കണമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ദൈവത്തിൻ്റെ മക്കളായി മാറണമെങ്കിൽ ദൈവത്തിൽ നിന്ന് അവൻ്റെ ഇഷ്ടപ്രകാരം ജനിക്കണം. ഇറ്റ്സ് നോട്ട് ബൈ മൈ ഡിസയർ ഓർ നോട്ട് ബൈ മൈ ഡിസിഷൻ, ഇറ്റ്സ് ബൈ ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് അവൻ ജനിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് അവൻ ജനിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ജനിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനകത്തൊരു നിയർ ഇമ്പോസിബിലിറ്റി ഉണ്ട്. ഒരു നിയർ ഇമ്പോസിബിലിറ്റി. ഒരു ദിവസം ഒരു ധനവാനായ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവനോട് പറഞ്ഞു, ദൈവരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് കുറേ കാര്യങ്ങൾ അവനോട് പറഞ്ഞു. നീ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, ഞാൻ ചെറുപ്പകാലം മുതൽ ഇതെല്ലാം ചെയ്തു വരുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ നീതിപ്രവർത്തികളുള്ള ആളാണ്. കർത്താവ് അത് കഴിഞ്ഞ് പറഞ്ഞു, അവനെ സ്നേഹിച്ചു, അവനെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രന് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. അപ്പോൾ ദൈവം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ സൽപ്രവൃത്തികളായിട്ട് ചെന്ന് കഴിയുമ്പം കർത്താവ് അതിൻ്റെ ബാർ അടുത്ത ലെവലിലേക്ക് വെക്കും. നമുക്ക് എത്താൻ പറ്റാത്ത നെക്സ്റ്റ് ലെവലിലേക്ക് വെക്കും. അപ്പോൾ ഈ മനുഷ്യൻ സ്വത്തുള്ളവനും ആ സ്വത്തിനെ വളരെ സ്നേഹിക്കുന്നവനുമായതുകൊണ്ട് ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും ഭേദം, എളുപ്പം ഒട്ടകം സൂചികളിലൂടെ കിടക്കുന്നു. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് ഭയങ്കര സങ്കടമായി. ശിഷ്യന്മാർ പറഞ്ഞു, അയ്യോ, ഇങ്ങനെയാണെങ്കിൽ ആര് സ്വർഗത്തിൽ പോകും? അപ്പോൾ അത് കർത്താവ് പറഞ്ഞ മറുപടിയാണ്, മനുഷ്യരാൽ അത് അസാധ്യം. മനുഷ്യരാൽ അത് അസാധ്യം. കാരണം ലോകത്തിൽ ഒരു മനുഷ്യനാലും സ്വർഗത്തിൽ പോകാനോ രക്ഷ പ്രാപിക്കാനോ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യം. എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. ഒരു ധനവാനെ അല്ല, ദരിദ്രനെയല്ല, ഏതവനെ വേണമെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ദൈവം വിചാരിച്ചാൽ സാധിക്കും. എന്നാൽ മനുഷ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ അത് സാധിക്കില്ല. ഈ ബൈബിൾ മുഴുവൻ നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ ഇന്നെബിലിറ്റി ടു സേവ് ഹിംസെൽഫ് എന്നുള്ളതാണ്. അവന് ദൈവത്തെ അന്വേഷിക്കാൻ പോലും കഴിയില്ല എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹി കനോട്ട് ഈവൻ സീക്ക് ഗോഡ്. ആ ഒരു ഇന്നെബിലിറ്റിയാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ ആ ഇന്നെബിലിറ്റിയെ കുറിച്ച് നിക്കോദെമോസ് പറയുന്നത് നമുക്ക് കേൾക്കാം. 3-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദെമോസ് എന്ന പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ പറഞ്ഞ കാര്യം വിടാം. 3-ാം വാക്യം, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോഴാണ് നിക്കോദെമോസ് ഈ വയ്യായ്മയുടെ കാര്യം പറയുന്നത്. പുതുതായി ജനിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? കാരണം ഈസ് ഓൾറെഡി ആൻ ഓൾഡ് മാൻ. വളരെ നല്ല പേരുള്ള ഒരു ആചാര്യനാണ്, ഒത്തിരി പഠനമുള്ള ആളാണ്, വളരെയധികം പഴയ നിയമം എല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നീ ഇസ്രായേലിൻ്റെ ആചാര്യനല്ലേ എന്ന് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളെല്ലാം പഠിപ്പിക്കാൻ വേണ്ട ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള ആളാണ്. ഒരു ജീവൻ ആരംഭിച്ച് ജഡത്തിൽ ജനിച്ച് ഒരു കുഞ്ഞായിട്ട് വളർന്ന് അവിടെ യഹൂദ ബാലന്മാർ അഭ്യസിക്കേണ്ട അഭ്യാസങ്ങളെല്ലാം പൂർത്തിയാക്കി ഇത്രയും ഒരു നിലയിലെത്തിയപ്പോൾ കർത്താവ് പറയുവാണ്, ഇതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നീ ഒന്നും കൂടെ കുഞ്ഞായിട്ട് ജനിക്കണം. അപ്പോൾ ഒന്നും കൂടെ കുഞ്ഞായിട്ട് ജനിക്കണം എന്ന് പറയാൻ കാരണം, ജഡത്താൽ ജനിച്ച ജഡത്തിന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. അവിടെ തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കുറച്ചുകൂടി താഴോട്ട് വായിക്കുമ്പം, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പം ജഡത്താൽ ജനിച്ച് എത്ര മിടുക്കരായാലും, ജഡത്താൽ ജനിച്ച് ഈ ലോകത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ചാലും എന്തെല്ലാം പഠിച്ചാലും, ഇസ്രായേലിൻ്റെ ആചാര്യനായി മാറിയാലും വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസിസ് എന്ന് പറയുന്നത്, ഇവൻ ഓൾറെഡി വൃദ്ധനായി പോയി എന്നുള്ളതാണ്. ചെറുപ്പത്തിലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും തിരിച്ച് വന്നാൽ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ പിന്നെയും കയറ്റാൻ പറ്റുമോ? ഒരിക്കലും കയറ്റാൻ പറ്റില്ല. എന്നാൽ പ്രായമായി അപ്പൂപ്പനായി താടിയും മുടിയും നീട്ടിയ ശേഷം എപ്പോഴെങ്കിലും കയറാൻ പറ്റുമോ? ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ സങ്കല്പിക്കാൻ പറ്റില്ല. അത്ര അസാധ്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് രണ്ടാമത് ജനിക്കുക എന്ന് പറയുന്നത്. ഗോഡ് ഹാസ് ടു സേവ് ഹിം. അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. ദൈവം നമ്മളെ രക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്നാൽ സുവിശേഷത്തിന് നമ്മളെ രക്ഷിക്കാനുള്ള കഴിവുണ്ട്. അതെങ്ങനെയാണ് കഴിവ് വന്നതെന്നും എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നതെന്നും നമുക്ക് നോക്കാം. ഇവിടെ ഈ വെള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം, ഇതിൻ്റെ വെള്ളമാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സാധനം. എന്തായാലും ഫോർച്ചുനേറ്റ്ലി ഒരു അൺഫോർച്ചുനേറ്റ്ലി വെള്ളം എന്താണെന്ന് സാധാരണ ആളുകൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു. വെള്ളം എന്ന് പറയുന്ന കത്തോലിക്കർ പറഞ്ഞ മാമോദീസ എന്നാണ്. മാമോദീസയാൽ വീണ്ടും ജനിക്കുക. അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഉണ്ട്. കാരണം ഈ അവിടെ എന്താ, യോഹന്നാൻ സ്നാപകന്റെ സ്നാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, മാനസാന്തരത്തിനുള്ള സ്നാനം.
അപ്പോൾ ഈ മാനസാന്തര സ്നാനം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആണ് കർത്താവ് പറയുന്നത് അവൻ അങ്ങോട്ട് പോകാതെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ദൈവരാജ്യം അന്വേഷിച്ച്. ശരിക്കും ദൈവരാജ്യത്തെക്കുറിച്ച് അന്നേരം ആരെ പ്രസംഗിക്കുന്നുള്ളൂ? യോഹന്നാനെ പ്രസംഗിക്കുന്നുള്ളൂ. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് അറിയാൻ എങ്ങോട്ട് പോയാൽ മതിയായിരുന്നു? യോഹന്നാൻ്റെ അടുത്ത് പോയാൽ മതിയായിരുന്നു. പക്ഷേ യോഹന്നാൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. കാരണം പരീശന്മാരല്ല അവിടെ കൂടുതലുള്ളത്, പാവികളും വേശ്യകളും കുറച്ച് 1-2 പരീശന്മാരും ഒക്കെ ഉള്ളൂ. കൂടുതലും ഇവരാ, ഈ ഒന്നും സമൂഹത്തിൽ യാതൊരു വിലയില്ലാത്ത ആൾക്കാരാണ്. അവരുടെ കൂടെ പോയിരുന്ന ഒരു ആചാര്യൻ പോയി നിന്ന് ആ യോഹന്നാനിൽ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല റിയലി. അതുകൊണ്ടാണ് ഇവൻ രാത്രിയിൽ ആരുടെ അടുത്ത് വന്നിരിക്കുന്നത്? കർത്താവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയാണ് വെള്ളത്താലും ആത്മാവില്ല. പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ഇംപ്ലിക്കേഷൻ സ്നാനത്തെക്കുറിച്ച് പറയുന്നതാണ്. പക്ഷെ സ്നാനത്താലല്ല ഒരാൾ വീണ്ടും ജനിക്കുന്നത്. കാരണം ഒരു കർമ്മത്താൽ വീണ്ടും ജനിക്കാൻ പറ്റില്ല. അതല്ലേ, വില്ലിനാലല്ല നമ്മൾ പറഞ്ഞത്, അപ്പൻ്റെ വില്ലിനാലല്ല, പുരുഷന്റെ വില്ലിനാലല്ല. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നീ വൃദ്ധനല്ലേ, വൃദ്ധനായി ജനിച്ച ഒരു ജനനം നിനക്കുണ്ടല്ലോ, ആ ജനനം ഇല്ലാതായാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? പുതുതായി ഒന്ന് ജനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പഴയ മനുഷ്യന്റെ മരണം, അതായത് പഴയതിനെ റിജക്റ്റ് ചെയ്യുന്ന, തള്ളിക്കളയുന്ന, നിലവിളിക്കുന്ന, അവസാനിപ്പിക്കുന്ന, ആ പഴയതിൽ നിന്ന് തിരിയുന്ന, പഴയതിനെ റിജക്റ്റ് ചെയ്യുന്ന കരച്ചിലാണ് ശരിക്കും അവിടെയുള്ള സ്നാനം എന്ന വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ദ ഫസ്റ്റ് ഹാസ് ടു ഡൈ ആൻഡ് ദ സെക്കൻഡ് ഹാസ് ടു ബി ബോൺ. പഴയ മനുഷ്യൻ മരിക്കണം, പുതിയത് ജനിക്കണം. ആ മരണമാണ് പിന്നെ സിംബോളിക്കായിട്ട് നമ്മൾ സ്നാനത്തിലേക്കൊക്കെ പിന്നീട് അത് ഡെവലപ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ മരണം അസാധ്യമാണ്. നമുക്ക് അത് എന്തുകൊണ്ട് അസാധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിലെ ഞങ്ങളുടെ മക്കളൊക്കെ അരിത്മെറ്റിക്സ് പഠിക്കുമ്പം 4 + 3 = 7 ഇത്രയേ ഉള്ളൂ. സിമ്പിൾ കാര്യമാണ്. എങ്ങനെ അവർ പഠിക്കുന്നറിയോ? 4, 5, 6, 7 ഇങ്ങനെ പഠിക്കുന്നത് അല്ലേ? ഇങ്ങനെ പഠിക്കുന്നത്. 8, 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയി പോകും. 8, 7 1, 2, 3, 4, 5, 6, 7, 8. ഇനി എന്ത് ചെയ്യും? 8. ഇനി എന്ത് ചെയ്യണം? 7 കൂട്ടണം. 1, 2 10, 3, 4, 5, 6, 7. അപ്പോൾ എത്രയായി? 10, 5, 15 ഇങ്ങനെയൊക്കെ കണക്കൂട്ടി എടുത്തത് അല്ലേ? അന്ന് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവർ എങ്ങനെയെങ്കിലും ഈ 4, 3, 7 കൂട്ടാൻ പഠിച്ച് ABCD കൂടെ പഠിച്ചാൽ പിന്നെ അവർക്ക് എല്ലാം തന്നെ ചെയ്യാൻ പറ്റും. പിന്നെയല്ലേ മനസ്സിലാകുന്ന ഓരോ ക്ലാസ്സിലും സ്ട്രഗിൾ വേറെയാണ്, ജീവിതകാലം മുഴുവൻ ഇങ്ങനെയാണ്. പക്ഷേ ഈ ചെറുപ്പകാലത്ത് നമ്മൾ പഠിച്ച ചില പാഠങ്ങളുണ്ട്. 4 + 3 = 7 ഭയങ്കര പാടുപെട്ട് പഠിച്ചതാണെങ്കിലും പഠിക്കുന്നതിനേക്കാൾ പാട് മറക്കാനാണ്. ഏതിനാ എളുപ്പം? പഠിക്കുന്നതാണ് എളുപ്പം, മറക്കുന്നതാണ് എളുപ്പം? ഏതാ എളുപ്പം? മറക്കുന്നതാണ് എളുപ്പം. പഠിക്കുന്ന എന്നാൽ ശരി, മറക്കുന്ന എളുപ്പം. ഞാൻ നാളെ രാവിലെ ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പോൾ രാവിലേക്ക് മുമ്പ് ഞാൻ വിളിച്ചു ചോദിക്കും, 4 + 3 = 7 എന്നുള്ളത് മറക്കാമോ? 4 + 3 അത് ഇന്നലെ വരെ എനിക്കറിയായിരുന്നു, ഞാൻ മറന്നുപോയി. അങ്ങനെ മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റില്ല. നമ്മൾ പഠിച്ച പല പാഠങ്ങളും, വളരെ പാടുപെട്ട പഠിച്ച പല പാഠങ്ങളും മറക്കില്ല. അത് എത്ര തൂത്താലും പോവില്ല. അതിലൊന്നാണ് സൽപ്രവൃത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്നുള്ള ലോകത്തിന്റെ പാഠം. അത് എത്ര തൂത്താലും പോവില്ല. കാരണം അതൊരു ആദ്യ പാഠമാണ്, ലോകത്തിന്റെ ഒരു ആദ്യ പാഠമാണ്. നല്ല മനുഷ്യർ സ്വർഗത്തിൽ പോകുമെന്നുള്ളത് ലോകത്തിന്റെ ഒരു ആദ്യ പാഠമാണ്. അത് തൂത്താലും പോവില്ല. എത്ര കഴിഞ്ഞാലും അത് പിന്നെ തിരിച്ചു വരും. ആ പാഠം നമുക്ക് തിരിച്ചു വരും. ഇവൻ വിശ്വാസികൾക്ക് പോലും ആ പാഠം തിരിച്ചു വരും. പക്ഷെ വേദവസ്തം പറയുന്ന നന്മ ചെയ്യുന്ന ഒരുത്തനും ഇല്ലെന്നാ. ദാറ്റ്സ് എ റെവലേഷൻ ഓഫ് ദ സ്ക്രിപ്ചർ. ഓക്കെ, അപ്പോൾ ഈ പഠിച്ച പാഠങ്ങളോട് മരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുള്ള പാഠങ്ങൾ, നമ്മൾ പഠിച്ചെടുത്ത പാഠങ്ങളോട് മരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. എത്ര വർഷം കഴിഞ്ഞാലും ആ ഓർമ്മകൾ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ഈ ജഡത്തിൽ നമ്മൾ പഠിച്ച പാഠങ്ങൾ നമ്മൾ രക്ഷിക്കില്ല. ആത്മാവിനാൽ വീണ്ടും ഒരു കുഞ്ഞായി ആദ്യാക്ഷരം തൊട്ട് ദൈവത്തിൽ നമ്മൾ പഠിക്കേണ്ടി വരും. അങ്ങനെ ഒരു പുതിയ ശിശുവായി ജനിക്കണമെങ്കിൽ മനുഷ്യനാൽ അത് അസാധ്യം, ദൈവത്താൽ മാത്രമാണ് അത് സാധ്യമാകുന്നത്. എനിക്ക് മനസ്സിലായി, ഇത്തിരി ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കി, നമുക്കത് സിമ്പിൾ ആക്കാം. റോമാലേഖനത്തിലേക്ക് നമുക്ക് വരാം. റോമാലേഖനത്തിൻ്റെ 2-ാം അധ്യായം വരും. 1-ാം അധ്യായത്തിൽ ഞാൻ വളരെ ബ്രീഫായിട്ട് പറയാം. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പൊതുവായ വെളിപ്പാട്, അതായത് ലോകത്തിലുള്ള സകല മനുഷ്യർക്ക് ലഭിക്കുന്ന വെളിപ്പാടിനെ കുറിച്ചാണ്. അതിൻ്റെ 29-ാം വാക്യം മുതൽ നിങ്ങൾ നോക്കിയാൽ പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് അവിടെ കാണാം. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. വായിക്കാൻ എനിക്ക് ഇഷ്ടമില്ല ലിസ്റ്റ്, എന്നാലും ഇരിക്കട്ടെ. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കൾ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നവിടെ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാവുന്ന ഒരു കാര്യം, ഈ വക പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പാപങ്ങൾ വിശ്വാസികളോടല്ല അത് പറയുന്നത്. ഈ പാപങ്ങൾ അവിശ്വാസികളോടുള്ള വാണിംഗാണ്. അതായത് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ഈ ലോകത്തുള്ള സാമാന്യ ജനത്തോടുള്ള വാണിംഗാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, 19-ാം വാക്യം മുതൽ 18 തൊട്ട് വായിക്കാം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഓക്കെ, 20-ാം വാക്യം നോക്കിയേ. 19-ാം വാക്യം, ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവാക്കിയല്ലോ, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു, അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ നോക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം വെളിപ്പെട്ട് വരുന്നുണ്ട്: ദൈവമുണ്ട്, ദൈവത്തിന് അദൃശ്യനായ ഒരു ദൈവമുണ്ട്, അവൻ നിത്യനും ശക്തനുമാണെന്നുള്ളൊരു വെളിപ്പാട് വേദപുസ്തകം ഇല്ലാതെ തന്നെ ഈ പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. സങ്കീർത്തനം 19:1 അതാണ് പറയുന്നത്. കോമൺ വെളിപ്പാടെന്ന് പറയും അതിനെ. അതായത് ബൈബിളിന്റെ സഹായമില്ലാതെ, സുവിശേഷ പ്രസംഗത്തിന്റെ സഹായമില്ലാതെ പ്രപഞ്ചത്തിലേക്ക് മാത്രം നോക്കുമ്പോൾ ഒരാൾക്ക് നിങ്ങളൊരു ദിവസം കണ്ണു തുറന്ന് നോക്കി ബോധമില്ലായിരുന്നു വിചാരിച്ചാൽ അതുവരെ ഒന്നും അറിയാൻ വയ്യ, പ്രായമായി ആരൊക്കെയോ തീറ്റ കൊടുത്ത് വളർത്തി, ഒരു ദിവസം നല്ല ആരോഗ്യമുള്ള ഒരുത്തൻ, നല്ല ബോധമുള്ള ഒരുത്തൻ കണ്ണു തുറന്ന് നോക്കുക, നല്ല ബ്യൂട്ടിഫുൾ പ്രപഞ്ചം. എനിക്കത് പോയറ്റിക്കായിട്ട് വർണ്ണിക്കാനൊന്നും അറിയത്തില്ല, നിങ്ങൾ മനസ്സിൽ വർണ്ണിച്ച് കണ്ടാൽ മതി. കിളികളുടെ ശബ്ദം, അരുവിയുടെ, അങ്ങനെയൊക്കെ വിചാരിച്ചോ. എനിക്കങ്ങനെ ഭംഗിയായിട്ട് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഒന്നും അങ്ങനെ പറയാൻ പറ്റുന്നില്ല. എനിവേ, ഇതെല്ലാം കാണുമ്പം ബുദ്ധിയുള്ള, വിവേകമുള്ള ഒരുത്തൻ എന്താ പറയേണ്ടത്? ഇതെല്ലാം സൃഷ്ടിച്ച ഒരാളുണ്ടെന്നാണ് പറയേണ്ടത്. പകരം അവൻ എന്താ ചെയ്തെന്നറിയോ? അവൻ ആ സൃഷ്ടിക്കാത്ത തന്നെ ഒരു കല്ലെടുത്ത് വെച്ച് ഇതാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ആശാൻ? ഇതാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. അതായത് ഈ പ്രപഞ്ചം എല്ലാം നോക്കി കണ്ടിട്ട് പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ഒരു കല്ലോ ഒരു സാധനമോ ഒരു സൃഷ്ടിയോ എടുത്ത് വെച്ചിട്ട് അതിന് മഹത്വം കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പാപങ്ങളുടെ മേൽ ജയിക്കാൻ പറ്റാത്തെന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ദൈവമുണ്ട് എന്നൊരുത്തൻ കണ്ണുകൊണ്ട് നോക്കി മനസ്സിലാക്കുമ്പോൾ തന്നെ അവൻ്റെ ഹൃദയത്തിനകത്തൊരു മനസാക്ഷിയിലും ദൈവം വെളിപ്പെടുന്നുണ്ട്. അതായത് ദൈവമുണ്ടെങ്കിൽ അവൻ നന്മ ആഗ്രഹിക്കുകയും തിന്മ വെറുക്കുകയും ചെയ്യുന്ന ദൈവമാണ്. എല്ലാ മതങ്ങളിലും അതുണ്ട്, അല്ലേ? എല്ലാ മതങ്ങളും എന്താ പറയുന്നത്? ദൈവം നല്ലവരെ സ്നേഹിക്കുന്നു, തിന്മ ചെയ്യുന്നവരെ വെറുക്കുന്നു. അങ്ങനെ പറയാത്ത ഏതെങ്കിലും മതമുണ്ടോ? പക്ഷെ നന്മ എന്താ തിന്മ എന്താന്ന് അവർ തീരുമാനിക്കും. അതേ ഉള്ളൂ, ഓരോ മതങ്ങളും തീരുമാനിക്കും. ഓക്കെ, ഇവിടെ നോക്കാം. ഈ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ മതങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 6-ാം വാക്യം തൊട്ട് വായിക്കാം. 6-ാം വാക്യം തൊട്ട്, അവൻ ഓരോരുത്തന് അവന്റെ പ്രവൃത്തിക്ക് തക്ക വിധം പകരം ചെയ്യും. നല്ല പ്രവൃത്തി. അപ്പം ദൈവം എങ്ങനെ വിധിക്കുന്നേ? പ്രവൃത്തി നോക്കി. ഓക്കെ, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും, ശ്രദ്ധിക്കണേ, തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം വിശ്വാസിക്കും പിന്നെ അവിശ്വാസിക്കും ഉണ്ടാവും. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? ആദ്യം യഹൂദനും പിന്നെ യവനനും. അടുത്ത വാക്യം 10, നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. അതായത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും, യഹൂദനായാലും യവനനായാലും, നന്മ പ്രവർത്തിച്ചാൽ ദൈവം അനുഗ്രഹിക്കും, തിന്മ പ്രവർത്തിച്ചാൽ തകർത്ത് കളയും. ഇതല്ലേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ആണോ? ആണ്. അടുത്ത വാക്യം വെച്ച് 11, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്മ ചെയ്താൽ അവൻ വിശ്വാസിയാണോ അവിശ്വാസിയാണോ ദൈവം നോക്കുന്നില്ല എന്നല്ലേ? ആണോ? അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? ദൈവത്തിന്റെ പക്കൽ എന്തില്ല? മുഖപക്ഷമില്ല. വിശ്വാസിയായാലും അവിശ്വാസിയായാലും അവൻ നന്മ പ്രവർത്തിച്ചാൽ ദൈവം നന്മ കൊടുക്കും, തിന്മ പ്രവർത്തിച്ചാൽ ദൈവം തിന്മ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ മതം ഏതായാലും, ബാക്കി പറഞ്ഞേ, മതം ഏതായാലും, അയ്യോ ബൈബിളിൽ അങ്ങനെയുണ്ടോ? ഇതങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം? അല്ലേ? ഈ വാക്യം വായിച്ച് അങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നത്? മതം ഏതായാലും ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലാത്തത് കൊണ്ട് മതം ഏതായാലും. അടുത്ത വാക്യം വായിച്ചാലും അങ്ങനെ തോന്നും. 12-ാം വാക്യം, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും
പ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ഓക്കെ, അപ്പം രണ്ടും കണക്കാ. രണ്ടുപേരും തോക്കും, രണ്ടുപേരും എല്ലാത്തിനും തോറ്റു. പക്ഷെ പ്രമാണം ഉള്ളവർക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ എല്ലാ ക്വസ്റ്റിനും 0 ആണോ കിട്ടിയേക്കെന്ന് നോക്കാം. 0 ആയിരിക്കും എല്ലാത്തിനും. രണ്ടുപേരും തോറ്റു. പക്ഷേ പ്രമാണം ഉള്ളവർ എങ്ങനെ വിധിക്കപ്പെടും? പ്രമാണത്താൽ വിധിക്കപ്പെടും. ഇനി അടുത്ത വാക്യം, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ. 14-ാം വാക്യം, ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞങ്ങൾ ആന്ധ്രയിൽ സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഹൗസ് ഓണർ ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിനോട് ഒരു ദിവസം ചോദിച്ചു, ഈ വിശ്വാസികൾ സിനിമയ്ക്ക് പോകുന്നുണ്ട്, അതെന്താ അത്? അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്താ കുഴപ്പം എന്ന് ചോദിച്ചു. പുള്ളിയുടെ മനസ്സറിയാൻ വേണ്ടി. പുള്ളി ഇതിനകത്തുള്ള ആളല്ലല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, അതൊരു അഭിനയമല്ലേ, അത് കാണാൻ വേണ്ടി 2-3 മണിക്കൂർ പോയി ഒരു സ്ഥലത്ത് ഇരിക്കാന്ന് പറഞ്ഞത് എന്ത് മോശമാണ്. അപ്പോൾ പുള്ളി സിനിമ കാണാൻ പോകില്ല. അപ്പോൾ അവസാന നാളിൽ സിനിമ കാണാത്ത പെന്തക്കോസ്തുകാരെ ദൈവം ഗിഫ്റ്റ് കൊടുത്ത് ആദരിക്കുമ്പം ആ പാവം മനുഷ്യനെ വിട്ടുപോകുന്നത് ശരിയാണ്? എന്താ പറയുക നിങ്ങൾ? അയാൾക്കും ഒരു അവാർഡ് കൊടുക്കണ്ടേ? ദൈവത്തിൻ്റെ പക്കൽ എന്തില്ല? മുഖവശമില്ല. അപ്പോൾ പുള്ളിയുടെ മനസാക്ഷിയിൽ തോന്നി, എനിക്ക് നിയമം മോഷ്ടിക്കരുത് എന്നുള്ളത് എനിക്ക് നിയമം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. 10 കൽപ്പനയുള്ള ഒന്നാണ്, ഞാൻ മോഷ്ടിക്കുന്നില്ല. എന്നാൽ ഈ കൽപ്പന ഇല്ലാത്തവൻ എന്ത് ചെയ്യുന്നു? മോഷ്ടിക്കുന്നില്ല. കാരണം എന്താ? അവൻ മനസാക്ഷിയിൽ പറയുന്നു മോഷ്ടിക്കരുതെന്ന്. അപ്പം മനസാക്ഷിയിലുള്ള വെളിപ്പാടനുസരിച്ച് അവൻ മോഷ്ടിക്കുന്നില്ല. അപ്പോൾ മോഷ്ടിക്കാത്തവരെല്ലാം ഇങ്ങ് പോലെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് കർത്താവ് പറയുവാണെങ്കിൽ, എന്നെ കൊണ്ടുപോകുന്ന വഴിക്ക് ഈ മോഷ്ടിക്കാത്ത ഇവനെ വിട്ടുകളയുന്നത് ശരിയാണോ? നിങ്ങൾ പറഞ്ഞേ, ദൈവത്തിൻ്റെ നീതിയാണോ? അല്ല. അപ്പം മതം ഏതായാലും മനുഷ്യൻ നന്നായി മതിയോ വേണ്ടയോ? മതിയെന്ന് ഈ വാക്യം കൊണ്ട് തോന്നുമെങ്കിലും അങ്ങനെയല്ല. എന്തുകൊണ്ടല്ല? ഇതൊരു വലിയ ചർച്ചയാണ്. ഈ ചർച്ചയുടെ അവസാനം 2-ാം അധ്യായത്തിലല്ല അത് തീരുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വരെ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ലോകത്തിൽ എത്ര പേര് നന്നാകാൻ ശ്രമിച്ചാലും, ലോകത്തിൽ എത്ര മതങ്ങളുണ്ടെങ്കിലും നന്നായാൽ മതിയായിരുന്നു, പക്ഷെ നന്നാകാൻ ആർക്കും കഴിയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. 9-ാം വാക്യം 3:9, ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു എന്ന് നമ്മൾ തെളിയിച്ചുവല്ലോ. എന്ന് പറഞ്ഞാൽ, ഈ ഞാൻ വായിച്ച് നിർത്തിയ വാക്യം തൊട്ട് 3:9 വരെ വായിച്ചാൽ പൗലോസ് പറയുന്നത്, ഈ നിയമമുള്ള യഹൂദനും നിയമമില്ലാത്ത യവനനും എങ്ങനെ ഒരുപോലെ പാപത്തിന്റെ സ്ലേവറിയിലാണെന്ന് നമ്മൾ തെളിയിച്ചു എന്നാണ് പറയുന്നത്. അല്ലേ? അതാ പറഞ്ഞിരിക്കുന്നത്. അപ്പം എത്ര മതം ഉണ്ടെങ്കിലും ആൾക്കാർ നീതിമാന്മാരാകുന്നില്ല. അടുത്ത വാക്യം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ഭയങ്കര രസകരമായിട്ടുണ്ട്. അതായത് പഴയ നിയമത്തിൽ എത്രയോ വിശുദ്ധന്മാരുണ്ടായിരുന്നു, അല്ലേ? ഒത്തിരി ആളുകളുണ്ടായിരുന്നു. എന്നിട്ട് ഒറ്റ അടിയിൽ പറയാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. അപ്പൊ അതിനർത്ഥം അത്രയും പഴയ നിയമ വിശുദ്ധന്മാരും അത്രയും നീതിമാന്മാരും നമുക്ക് മുൻനടന്നവരുണ്ടായിട്ടും വേദപുസ്തകം വിലയിരുത്തുന്നത് നീതിമാൻ ആരുമില്ല, ഗ്രഹിക്കുന്നവനില്ല. നീതിമാനല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ അത് ഗ്രഹിക്കുന്നവരില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ഇത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. ദൈവത്തെ അന്വേഷിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ സാധാരണ ആത്മാവ് അകത്ത് വരാതെ വീണ്ടും ജനിക്കാതെ ഒരാൾക്ക് ദൈവത്തെ അന്വേഷിക്കാൻ പറ്റില്ല. അതിന്റെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ ദൈവത്തെ അല്ല അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഈ തിയോളജിയിൽ അതിന് പറയുന്നത്, വേദശാസ്ത്രത്തിൽ അതിന് പറയുന്നത് ഇൻകർവേറ്റസ് ഇൻ സേന എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, ഇതൊന്നും നിങ്ങൾ കാണാൻ പഠിക്കൊന്നും വേണ്ട. കർവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? എന്താണ് കർവ്? കർവ് എന്ന് പറഞ്ഞാൽ എന്താ? വളവ്, അല്ലേ? അപ്പം ഇൻകർവേറ്റസ് ഇൻ സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മനുഷ്യൻ എന്ത് ചെയ്താലും വളഞ്ഞിരിക്കുന്ന, വളഞ്ഞിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് നേരെ ഒരു പാലം ഇട്ട് നടന്ന് കൊച്ചി വരെ നടന്ന് വിചാരിച്ചോ, സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സങ്കല്പമാണ്. ഞാൻ ഭയങ്കര ഗമയ്ക്ക് പറയും, ഞാൻ കൊച്ചി വരെ സ്ട്രെയിറ്റ് ലൈനിൽ നടന്നു. അന്നേരടുത്തൻ ഗ്ലോബ് എടുത്തുകൊണ്ട് വന്നിട്ട്, ഇതാണോ സ്ട്രെയിറ്റ് ലൈൻ? ഇങ്ങനെ പോയത്, വളഞ്ഞ പോയതല്ലേ? ആണോ അല്ലയോ? സമ്മതിച്ചോ? ആരെങ്കിലും നേരെ നടക്കാൻ പറ്റുമോ? നേരെ നടക്കണമെങ്കിൽ ആ ഗ്ലോബിൻ്റെ ഇത് മതിയല്ലോ. ഇത് ഗ്ലോബിലൂടെ നേരെ നടക്കണമെങ്കിൽ ഇവിടുന്ന് ഒരുത്തം തുടങ്ങിയ ഇത് ഇങ്ങനെ അങ്ങ് പോകണം. അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടോ? എല്ലാം വളഞ്ഞാ പോകുന്നല്ലേ? ശരിക്കും നമ്മളൊന്ന് വളഞ്ഞു പോയിക്കേ, എവിടെ ചെന്ന് ചേരും? അവസാനം എവിടെ ചെന്ന് ചേരും? നമ്മൾ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ. എവിടെ തുടങ്ങിയത്?
നമ്മളിലാണ് തുടങ്ങിയത് അല്ലേ? അപ്പോൾ അവസാനം അന്വേഷിച്ച് ദൈവത്തെ എവിടെ കണ്ടുപിടിക്കും? നമ്മളിൽ തന്നെ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ച ദൈവങ്ങളാണ് ഈ ലോകത്ത് മുഴുവനുള്ളത്. അതായത് നമ്മുടെ അതേ സ്വഭാവമുള്ള ദൈവങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഉദാഹരണത്തിന് പല മതങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം നമ്മുടെ എന്തെല്ലാം വിക്കറ്റ് സ്വഭാവമുണ്ടോ അതിൻ്റെ എല്ലാ വിക്കറ്റ് സ്വഭാവം കാണിക്കുന്നൊരു ദൈവമുണ്ട്, ദൈവങ്ങളുണ്ട് അവർക്ക്. അതേത് മതം നോക്കിയാലും ഉണ്ട്. ക്രിസ്ത്യാനികൾക്കില്ല എന്ന് പറയണ്ട, ക്രിസ്ത്യാനികൾക്ക് അത് തന്നെയാണ്. ഉദാഹരണത്തിന് പെന്തക്കോസിലും പല സഭകളിലും അങ്ങനെ കാണാൻ പറ്റും. അതായത് ഇപ്പം എനിക്ക് 4 പിള്ളേരുണ്ട്. ഓക്കെ, ഈ 4 പിള്ളേരും പരീക്ഷയ്ക്ക് 1ാം റാങ്ക് വാങ്ങിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അവർ പഠിച്ചു വരുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചുമ്മാ പറയുന്ന കേട്ടോ, നല്ലൊരാഗ്രഹമില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആഗ്രഹം എന്തായിരിക്കും? പണ്ട് എന്നോട് എൻ്റെ അപ്പം പറയുമായിരുന്നു, 1ാം സ്ഥാനം വാങ്ങിച്ചിട്ടേ വീട്ടിലോട്ട് വരാം. ഞാൻ പറയാം, അപ്പോൾ ഇപ്പോൾ 1ാം സ്ഥാനം കിട്ടുന്നവൻ്റെ അവസ്ഥ എന്താവും? അവൻ്റെ വീട്ടിൽ അവൻ്റെ സമാധാനം പോവില്ലേ? അപ്പം ഇവിടെ ഒരു 10 പേരെ പിള്ളേർ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു, എല്ലാവരും 1ാം റാങ്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നു, മോനെ ദൈവം നിന്റെ പക്ഷമാടാ. അപ്പം മറ്റേ കൊച്ചിൻ്റെ പക്ഷത്ത് ആരാ ഉള്ളത്? അതുപോലെ നമ്മുടെ അതേ സ്വഭാവമുള്ള, നമ്മുടെ അതേ ആഗ്രഹമുള്ള ഒരാളെയാണ് നമ്മൾ ഈ ദൈവം എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങളൊന്ന് വേറെ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് സമ്പത്തുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? നിങ്ങളുടെ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? നിങ്ങൾക്ക് സമ്പത്തുണ്ടാവണമെന്നല്ലേ? അല്ലേ? പിന്നെ എന്താ ഉണ്ടാകാത്തത്? ദൈവം അനുകൂലമായതുകൊണ്ടല്ല, പിശാച് സമ്മതിക്കാത്തതുകൊണ്ടാണ് അല്ലേ? അപ്പം നമ്മുടെ അതേ സ്വഭാവമുള്ളൊരു ദൈവവും നമ്മുടെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ളൊരു പിശാചും കൂടെയാണ് നമ്മുടെ ആത്മീക വ്യവസ്ഥയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ ഒന്നും കൂടെ വിശദീകരിക്കാം. എൻ്റെ മക്കൾ അമേരിക്കയിൽ പോയി പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം ആരുടെ പക്ഷമാണ്? എൻ്റെ പക്ഷമല്ലേ? അപ്പം ഞാൻ അമേരിക്കയിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം എൻ്റെ പക്ഷമാണ്. ഞാൻ പോകാനാണെങ്കിലും പ്രാർത്ഥിച്ച് വിടുതലങ്ങൾ നടക്കുന്നില്ല. കാരണം എന്താ? പിശാച് സമ്മതിക്കുന്നില്ല. ദൈവത്തിൻ്റെ കുഴപ്പമല്ല കേട്ടോ, ദൈവം നമ്മുടെ സൈഡ് എപ്പോഴും, ദൈവത്തിൻ്റെ ഇഷ്ടം അതാ. അപ്പോൾ ഒരാളെന്നോട് പറയാണ്, അമേരിക്കയല്ല, അതിനേക്കാൾ നല്ലത് സ്ഥലം നോർവേ, സ്വീഡനൊക്കെയാണ്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. അവിടെയാണ് കൂടുതൽ പണം കിട്ടുക. അവിടെ അടിച്ചു വരുന്നവർക്ക് 4 ലക്ഷം രൂപ അത്രേ മാസം. എന്തെങ്കിലും തോന്നിയോ? ഉടനെ എൻ്റെ പ്രാർത്ഥന മാറ്റി, അമേരിക്ക വേണ്ട, നോർവേ. അപ്പൊ ദൈവം മാറ്റി. കാരണം ദൈവത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അതാണ് നമ്മുടെ ദൈവം. എത്രപേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ്? മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനത്തെ ദൈവത്തെ നമുക്ക് ഇഷ്ടം പോലെ അറിയാം. ഇപ്പം നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഇവിടെ ഇപ്പം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 പേര് തമ്മിൽ ഒരു ചെറിയ കലഹം ഉണ്ടായെന്ന് വിചാരിച്ചോ? അങ്ങനെ ഒന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചോ? അങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് ഒരാളുടെ കാലവിടെ തട്ടിയെന്ന് വിചാരിച്ചോ? അപ്പം ഈ കലഹം ഉണ്ടാക്കിയ മറ്റേ ആൾ ഓടിച്ചെന്ന് പുള്ളി കെട്ടിപ്പിടിച്ചു, അയ്യോ ബ്രദറെ എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ പറയാം, അവൻ എന്നോടത് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ദൈവം അവനോടൊരു തട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ അയൽവക്കക്കാരെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നോ അത് തന്നെ ചിന്തിക്കുന്ന ദൈവം. ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നോ അത് തന്നെ ചിന്തിക്കുന്ന ദൈവം. ഞാൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്ത് ഐഡിയ വെച്ചിട്ടുണ്ടോ അതെല്ലാം അതുപോലെ ചിന്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് ശുശ്രൂഷിക്കുന്ന വലിയൊരു പങ്കും ആൾക്കാരും ആ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് നിങ്ങളെ പറഞ്ഞു വിടുന്നത്. നിങ്ങൾ തന്നെയാ അത്. ഈ ദൈവത്തെ ഒരാൾ ശരിക്കും കണ്ടിട്ടുണ്ട് എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഹൗ ടു ഹാവ് ആൻ എൻകൗണ്ടർ വിത്ത് ഗോഡ്. വാട്ട് വിൽ ഹാപ്പൻ വെൻ യു എൻകൗണ്ടർ ഗോഡ്, ദ റിയൽ ഗോഡ്. ഞാൻ സാധാരണ പറയുന്നത്, ദൈവത്തെ ഒരിക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം സംഭവിക്കുന്നത് നമ്മൾ തകർന്ന് തരിപ്പണമായി പോകുന്നുള്ളതാണ്. അത് ഇയ്യോബായാലും. ഇയ്യോബ് ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് പിശാച് ടെസ്റ്റിഫൈ ചെയ്യുന്നുള്ളതാണ്. എനിക്ക് അതാ ഏറ്റവും വലിയ അത്ഭുതം. നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാപം ഇല്ലയെന്നൊക്കെ തോന്നുമായിരിക്കും. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞ 75 വയസ്സ് കഴിഞ്ഞ ഒരാൾ, ഞാൻ ആരാന്ന് പറയല, പറഞ്ഞാൽ എനിക്ക് തന്നെ വിഷമമുണ്ടാകും. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ വീണ്ടും ദൈവം പാപം മോചിച്ചായിട്ട് ഒരു ഓർമ്മയുണ്ടോ ചോദിച്ചു. വിശ്വാസി കേട്ടോ. പുള്ളി പറഞ്ഞു, ഞാൻ ഇന്നേ വരെ ഒരു പാപം ചെയ്തതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ലെന്ന്. 75 വയസ്സേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ നമ്മൾ തന്നെ നമ്മളെ നോക്കിയിട്ട് സർട്ടിഫൈ ചെയ്യും, ഓ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഡെവിൾ ഒരാളെ നോക്കിയിട്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയണമെങ്കിൽ അത് ഭയങ്കര അത്ഭുതമാണ്. ഇയ്യോബിന് അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഇയ്യോബിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റം ഉണ്ടോ എന്ന് ദൈവം ചോദിച്ച സാത്താനോട് ചോദിക്കാനുള്ള കാരണം തന്നെ ഞാൻ വിചാരിക്കുന്നത്, ആരുടെയെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ സാത്താനെ പോലെ മിടുക്കനായിട്ടുള്ള ആരുമില്ല. അതുകൊണ്ട് അപ്പോൾ ഏറ്റവും മിടുക്കനായ സാത്താനെ തന്നെ വിട്ട് ഡയഗ്നോസിസ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഒരു പിടിയും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു ഇയ്യോബിനെ കുറിച്ച്. അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ പിശാചിന് പിന്നെ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ മോശയുടെ കാര്യത്തിൽ പോലും ഇയ്യോബിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു.
പക്ഷെ ഇയ്യോബിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഒരു കുറ്റവും കണ്ടിട്ടില്ല. അവൻ ദൈവത്തെ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട് ഒരിക്കൽ മാത്രം ജീവിതത്തിൽ. ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അതനുസരിച്ച് അവൻ മാക്സിമം വിശ്വസ്തനായിരുന്നു. അവൻ എന്തോ കുരുത്തക്കേടുണ്ടെന്ന് കൂട്ടുകാർക്കെല്ലാം അറിയാമായിരുന്നു, പക്ഷെ എന്താണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. ദൈവം പോലും അവനെ കുറ്റം വിധിക്കുന്നൊന്നുമില്ല. അവസാനം 42-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഇയ്യോബ് പറയുന്നത്: ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. CD-യിലൊക്കെ കേട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പൂർവികർ പറഞ്ഞ് കേട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഹാർവസ്റ്റ് TV ഓൺ ചെയ്തിട്ട് കേട്ടതായിരുന്നു, അതൊക്കെ കേട്ടതായിരുന്നു, പ്രസംഗവും കേട്ടായിരുന്നു. ഈ സ്ഥലത്തിന്റെ പേര് മുസഫ, ഇവിടെ വന്നും പ്രസംഗം കേട്ടായിരുന്നു. അന്നേരമൊന്നും എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചെന്നറിയോ? ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. അതാണ് പ്രശ്നം. ഈ കണ്ണാൽ ദൈവത്തെ കണ്ടവർ, അതായത് ഉൾക്കണ്ണിനാൽ ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിച്ചവർക്ക് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാവും. 6-ാം വാക്യം: ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു. അതായത് ദൈവത്തിന്റെ മജസ്റ്റിയുടെ മുമ്പിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് തോന്നുന്നത് അയ്യോ ഞാൻ മരിച്ചു എന്നൊരു ഫീലിംഗാണ്. കാരണം അത്ര മജസ്റ്റിക് ആണ് ദൈവത്തിന്റെ പ്രസൻസ്. നമ്മുടെ നടുവിലേക്ക് ഇപ്പൊ കർത്താവ് ഇറങ്ങി വന്ന് നിന്നാൽ നമ്മുടെ മുടന്തന്യായം കൊണ്ടൊന്നും അവന്റെ അടുത്ത് രക്ഷ ഉണ്ടാവില്ല. എത്ര നീതിമാനെന്ന് വിചാരിക്കുന്നവനും അവന്റെ മുമ്പിൽ വീഴേണ്ടി വരും. കാരണം ഇയ്യോബിന് വീഴേണ്ടി വന്നാൽ നമ്മുടെ അവസ്ഥ എത്രയോ ഭയാനകമായിരിക്കും പ്രിയ സഹോദരങ്ങൾ. ഇറ്റ് വിൽ ബി ടെറിബിൾ റിയലി. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. ഇതൊരു ഫാക്ടർ. ഇനി ഇതുപോലത്തെ ഒരു കഥയും കൂടെ ഞാൻ പറയാം. പത്രോസ് രാത്രിയിൽ ഈ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്ന പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പൊടിയും ചാരവും എന്ന് പറഞ്ഞാൽ ശരിക്കും നരകത്തെ സൂചിപ്പിക്കുന്നത്. പൊടി കത്തി ചാരമായി ദഹിക്കുന്ന ഗഹന്ന എന്ന എബ്രായ പദം പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നത്, അത് പുതിയ നിയമത്തിൽ അത് നരകത്തെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു പറഞ്ഞാൽ ഇയ്യോബ് ഇത്രേ പറയുന്നുള്ളൂ: കർത്താവെ, എൻ്റെ പ്രവൃത്തി നോക്കിയാൽ, എന്നെ നിന്റെ ലൈറ്റിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, മനുഷ്യരെ വെച്ച് നോക്കിയാൽ ഞാൻ പെർഫെക്റ്റ് ആണ്, കേട്ടുകേൾവി വെച്ച് നോക്കിയാൽ ഞാൻ പെർഫെക്റ്റ് ആണ്, പക്ഷെ നിന്റെ മുൻപിൽ എന്നെ ഒന്ന് പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു വകയ്ക്കും കൊള്ളാവുന്നവനല്ല. അതാണ് പറയുന്നത്, ഒരു വകയ്ക്കും കൊള്ളാവുന്നവനല്ല. അതുകൊണ്ട് നീ എന്നെ നരകത്തിലോട്ട് വിട്ടാലും ഐ ഡിസേർവ് ഇറ്റ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ ഈ ലോകത്ത് വെച്ച് നിങ്ങൾ എൻകൗണ്ടർ ചെയ്താൽ അങ്ങനെ നിങ്ങളുടെ വായിന്ന് വരുള്ളൂ. പക്ഷേ അവിടെയാണ് എൻകൗണ്ടർ ചെയ്യുന്നതെങ്കിൽ എന്താ വരുന്നതെന്ന് അറിയാൻ മേല. നിങ്ങൾ ഇവിടെ വെച്ച് കർത്താവിനെ നേരിട്ടിട്ടില്ലെങ്കിൽ അവിടെ ചെന്നാലും സൃഷ്ടിതാവിനെ നേരിടേണ്ടി വരും. അതിവിടെ നേരിടുന്നവനാ രക്ഷപ്പെടുന്നത്, അവിടെ നേരിടുന്നവൻ രക്ഷപ്പെടുകയല്ല. കാരണം ഈ ലോകത്ത് രക്ഷപ്പെടാൻ അവൻ സൃഷ്ടിതാവിന്റെ അടുത്ത് മുട്ടുകുത്തി നിലവിളിക്കാത്ത ഒരു മനുഷ്യനും എത്ര സൽപ്രവൃത്തി ചെയ്താലും രക്ഷപ്പെടുകയില്ല. അവൻ ഏത് മതത്തിലായാലും രക്ഷപ്പെടുകയില്ല എന്ന് വേദോസം നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതുപോലൊരു കഥയുണ്ട്, ഭയങ്കര രസകരമായൊരു കഥ. പത്രോസിന്റെ കഥ എപ്പോൾ കേട്ടാലും അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് സൈഡ് ഉണ്ട്. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ച് മീൻ പിടിക്കാൻ ഒരൊറ്റ മീൻ പോലും കിട്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ കർത്താവോടെ വന്നു. കർത്താവ് പത്രോസിന്റെ പടകിൽ കയറി, ശീമോന്റെ പടകിൽ കയറി. ലൂക്കോസ് 5 ശീമോന്റെ പടകിൽ കയറി, ആദ്യം മുതലാണ്. ശീമോന്റെ പടകിൽ കയറിയിട്ട് അവരോട് സംസാരിച്ച ശേഷം ശീമോനോട് പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു അധ്വാനം? ശീമോൻ പറഞ്ഞു, ഒരു വകയും കിട്ടിയില്ല കർത്താവ്, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. അപ്പം ഇന്നത്തെ കാലത്ത് മിക്കവാറും ആൾക്കാരുടെ നിരാശയിൽ ജീവിക്കുന്നവരുടെ അവസ്ഥയാണ് പത്രോസിന്റെ. അതായത് ജോലി ശരിയായില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പൈസ ഇല്ല, വരുമാനമില്ല, ഒത്തിരി കഷ്ടപ്പാടാണ് ജീവിതത്തിൽ, ഒന്നും ചെയ്യാനില്ല, ആ ഒരു നിസ്സഹായാവസ്ഥയിലാണ് പത്രോസ് നിൽക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, 4-ാം വാക്യം തോന്നുന്നു, കർത്താവ് പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കാൻ പറഞ്ഞു. അപ്പോൾ ശീമോൻ പത്രോസ് പറയാം 5-ാം വാക്യത്തിൽ, അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, എങ്കിൽ നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറോളം നിറച്ചു. ഓക്കെ, മതി, ഇനി അനക്കല്ലേ, ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി മുമ്പോട്ട് പോയ പ്രശ്നം ഇത്രയും കൊണ്ട് അവസാനിപ്പിച്ച നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ സുവിശേഷം ക്ലിയറായി. എന്താണെന്നറിയോ? നിന്റെ പടകിൽ യേശു ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? നിന്റെ ബിസിനസ് 10,000 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. ഇതല്ല സുവിശേഷം. ഇവിടെ നിന്നിട്ടില്ല ഇത്. നിന്റെ ബിസിനസ് 10,000 ഇരട്ടി വർദ്ധിക്കും. അപ്പോൾ ഇതാണ് ഇന്ന് ആൾക്കാർ സംസാരിക്കുന്നത്. അതായത് യേശുവിനെ നമ്മുടെ ബിസിനസ്സിനകത്തോട്ട് കൂട്ടാളിയാക്കാനുള്ളൊരു പരിപാടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ സുവിശേഷമാവുന്നില്ല, പക്ഷേ ബിസിനസ് രക്ഷപ്പെട്ടു. അത് കറക്റ്റാണ്. സുവിശേഷമായില്ല. യേശു ബിസിനസ് പടയിൽ വന്നാൽ എന്ത് സംഭവിക്കും? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മീൻ കൂടുതൽ കിട്ടും, പക്ഷെ അതുകൊണ്ട് സുവിശേഷമായില്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഞാനായിരുന്നുവെങ്കിൽ പത്രോസിന്റെ സ്ഥാനത്ത് കർത്താവിനോട് പറഞ്ഞാൽ, എൻ്റെ കർത്താവെ, നീ ഇല്ലാത്ത അധ്വാനം ഒരു പ്രയോജനം ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇനി ഞാൻ ഈ രാത്രിയുള്ള പണി നിർത്തി. ഇനി
പകല് എല്ലായിടത്തും പോയി ട്രാക്ട് കൊടുക്കും, സുവിശേഷ വേല ചെയ്യും. രാത്രി കിടന്നുറങ്ങും, ഇല്ലെങ്കിൽ ഓൾ നൈറ്റ് പ്രയർ വല്ലതും ഉണ്ട്, അതിന് പോകും. ഒരു പ്രാർത്ഥനയും ഞാൻ മുടക്കില്ല. പക്ഷെ രാവിലത്തെ ഒരൊറ്റ നേരത്തെ മീൻപിടുത്തത്തിന് നീ എൻ്റെ കൂടെ വന്നാൽ 100 മീൻ എനിക്ക് കിട്ടിയാൽ 10 മീൻ കൃത്യമായിട്ട് നിന്റെ വീട്ടിൽ ഞാൻ എത്തിച്ചേക്കാം. ഇതല്ലേ നമ്മൾ പറയുന്നത്? ഇതല്ലേ നമ്മുടെ സുവിശേഷം? അയൽവക്കക്കാരൻ എന്താ പറയുന്നറിയോ? എന്നെ നോക്കി നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, കർത്താവ്, ആ ഒരു വൈബ്രേഷൻ വേണം എന്നാലും ശരിയാവും. കർത്താവ് പടകിൽ വന്നാൽ നിന്റെ ബിസിനസ് ഇതുപോലെ ആവും. ഇതാണോ അവിടുത്തെ സുവിശേഷം? അടുത്ത വാക്യം നോക്കി. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ നാളെയും വരണേ, എന്റെ ഗതി അല്ലെങ്കിൽ അധോഗതിയായിപ്പോ, എന്റെ ബിസിനസ് അഭിവൃദ്ധി തടയാൻ. അങ്ങനെയാണോ പറഞ്ഞ അവിടെ? അല്ല, ഞാൻ പാപിയായ ഒരു മനുഷ്യനാകൊണ്ട് ഇനി മേലാൽ ഈ വഴിക്ക് വരാതെ എതിലെങ്കിലും എന്നെ വിട്ടിട്ട് പോണേ, ഞാൻ നടക്കുന്ന ഒരു വഴിയിൽ നീ നടക്കല്ലേ എന്നാ പറഞ്ഞല്ലേ. എങ്ങനെയുണ്ടത്? എന്തൊരു മണ്ടനല്ലേ. ആ ഒരൊറ്റ മീൻപിടുത്തം കൊണ്ട് ധനവാനാകാവുന്നവൻ പറയാണ്, അതുവരെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് നേരിട്ട് കേൾക്കാതെ ഈ പ്രസംഗങ്ങളിലൂടെ എല്ലാം കേട്ടുകൊണ്ട് നടക്കുമ്പോഴുള്ള പ്രോബ്ലം എന്നാണെന്നറിയോ? നിങ്ങൾക്ക് 100,000 പ്രോബ്ലം ആയിരിക്കും. അതാണ്. ഞാൻ ആന്ധ്രയിലായിരിക്കുമ്പം ഈ ആന്ധ്രയിലെ വില്ലേജുകളിലൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി 12 മണിയാവും മീറ്റിംഗ് കഴിയാൻ. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ക്യൂ നിൽക്കുന്നത് കാണാം. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആരെന്ന് വരെ, എന്താ ആൻറ്റി? തലവേദനയാണ് മോനെ. പ്രാർത്ഥിച്ചു. അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ അതേ ആൻറ്റി ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. എന്താ ആൻറ്റി? വയറുവേദനയാണ്. ഇത് പോകില്ല. ഒന്ന് പോയ ഒന്ന് വരികയല്ലേ? ലോകമല്ലേ, ഈ നശിച്ചു പോകുന്ന ശരീരമല്ലേ. തലവേദന മാറിയാൽ വയറുവേദന വരും, വയറുവേദന മാറുമ്പം കാലുവേദന വരും. ഇത് ഓരോ ദിവസവും അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ച് തലവേദന കളഞ്ഞു, അടുത്ത ആഴ്ച അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ച് വയറുവേദന കളഞ്ഞു, അടുത്ത ദിവസം അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ച് കാലുവേദന കളഞ്ഞു. ഹീലിംഗ്. അവസാനം ഒരു 125 വയസ്സായി അമ്മച്ചിക്ക് ഒരു രോഗം വന്നു. എത്ര അവകാശം പറഞ്ഞിട്ട് നിന്നില്ല, ആൾ പോയി. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഒരു രോഗം നമ്മളെ പിടിക്കും. അന്ന് എത്ര വലിയ ഫെയ്ത്ത് ഹീലർ വന്ന് തലയെ കൈവച്ചാൽ ആൾ പോക്കാം. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? സത്യമാണോ? സത്യമാണ് അല്ലേ? ലാസർ മരിച്ചപ്പോൾ യേശു രണ്ടാമത് എന്നിട്ട്, അതൊക്കെ ഭയങ്കര അത്ഭുതം നമുക്ക്. ലാസർ മരിച്ചിട്ട് ലാസർ മരിച്ചു, യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു. ലാസർ എന്ത് ചെയ്യും? ഇപ്പം പിന്നെ മരിച്ചപ്പോഴെങ്കിലും ദൈവം കർത്താവ് ഓടി ചെല്ലണ്ടല്ലേ? അയ്യോ, ഞാൻ എഴുന്നേൽപ്പിച്ച ആൾ പിന്നെ മരിച്ചോ, ഒന്നും കൂടെ എഴുന്നേക്കടാന്ന് പറഞ്ഞോ? ഇല്ല, ഹി ഡൈഡ്. എല്ലാ അനുഗ്രഹങ്ങളും ലോകത്ത് താൽക്കാലികമാണ്. ഈ താൽക്കാലികമായ അനുഗ്രഹം പ്രാപിച്ച് നിങ്ങൾ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നാൽ പോലും നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നർത്ഥമില്ല. അതെല്ലാം താൽക്കാലികം. നിങ്ങൾക്കൊരു 50 വർഷം കൂടി ഇവിടെ ആയുസ് കിട്ടിക്കാണും. ദാറ്റ് ഈസ് നോട്ട് സാൽവേഷൻ. ഞാൻ വിശ്വാസികളിൽ നിന്ന് പറയുന്നവരോടും അവിശ്വാസികളോടും സംസാരിക്കുന്നത്. സാൽവേഷൻ ഈസ് നോട്ട് റിസീവിങ് സംതിങ് ഫ്രം ദ ലോർഡ്. ക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹം പ്രാപിക്കുന്നു, ബിസിനസ് നന്നാകുന്നു, നിങ്ങളുടെ കടഭാരങ്ങൾ മാറുന്നു, അല്ല സാൽവേഷൻ. ദാറ്റ്സ് നോട്ട് സാൽവേഷൻ. ഇവിടെ പറയുന്ന പോലെ അവന്റെ മുമ്പിൽ പാപിയായ മനുഷ്യനാണ് ഞാൻ, അതുകൊണ്ട് ദൈവമേ, ആ മീൻ എത്ര കിട്ടിയെന്നറിയാമെന്ന്? ആ മീൻ എന്തൊക്കെ മീനാന്ന് പോലും ബൈബിളിൽ എഴുതിയിട്ടില്ല. അതായിരുന്നു വിഷയമെങ്കിൽ അത് എഴുതിയാനെ ആദ്യം. 10 കിങ് ഫിഷ് എങ്ങനെയൊക്കെ എഴുതിയാനും. അതൊന്നും എഴുതില്ല. അതാ എന്തൊക്കെ മീനാന്നോ, ആര് കൊണ്ടുപോയെന്നോ, എവിടെ കൊണ്ടുപോയി വിറ്റെന്നോ ഒന്നും പത്രോസ് അന്വേഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, 9-ാം വാക്യം നോക്കിയേ. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ നിന്ന് അവനും അവനോട് കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമമാണ് പിടിച്ചത്, ഭയം. നമുക്കാണ് എന്താ കൊതിയാ വരുന്നത്. അവർക്ക് എന്താ പിടിച്ചത്? സംഭ്രമം. കാരണം നമ്മൾ ദൈവത്തെ കാണുന്നില്ല. കാരണം നമ്മൾ കാണുന്ന കുറച്ച് മീനുകളാണ്. അത് കാണുമ്പോൾ നമുക്ക് രസമാണ്. പക്ഷെ ദൈവം നമ്മുടെ നടുവിലോട്ട് ഇപ്പോൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ അതുവരെ 100,000 പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക്. വീട്ടിലെ പ്രശ്നം, നാട്ടിലെ പ്രശ്നം, ജോലിയിലെ പ്രശ്നം എല്ലാം ഉണ്ടായിരിക്കും. അതും പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് നിങ്ങളുടെ മുമ്പിലേക്ക് തേജസ്സോടെ ഇറങ്ങി വന്നു. നിങ്ങൾക്ക് ദൈവമാണെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഒരു പ്രശ്നവും പിന്നെ ഓർമ്മ വരില്ല. നിങ്ങൾക്ക് ആകെ ഓർമ്മ വരുന്നത്, അയ്യോ പാപിയായ ഞാൻ നിന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കുമെന്ന് ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇഫ് യു എൻകൗണ്ടർ ഗോഡ്, ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, ഇന്നായാലും ഈ ചേസ് എന്ന് പറയുന്ന ഞാൻ, ഇന്ന് ദൈവം എൻ്റെ മുമ്പിൽ വന്നാലും ഞാൻ ഇത്ര പറയുള്ളൂ, എൻ്റെ കർത്താവേ നിന്റെ മുമ്പിൽ നിൽക്കാൻ എന്നെ നീ യോഗ്യനാക്കണമേ. അത് പറ്റിയല്ല, നമ്മളെ കൊണ്ട് ഇന്നും പറ്റിയാലും ഒരിക്കലും പറ്റില്ല. ഈ ജഡം അത്രയേ ഉള്ളൂ. തേജസ്സേറിയ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് നിൽക്കാൻ യാതൊരു യോഗ്യതയുമില്ല. പിന്നെ അവൻ നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വാഭാവിക മനുഷ്യന് ഒരിക്കലും അവൻ്റെ തേജസ്സിനെ നേരിടാൻ കഴിയത്തില്ല. അപ്പൊ ഇവിടെ പറയാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. നമ്മൾ അന്വേഷിക്കുന്നത് മീനിനെയാണ്, ദൈവത്തെ അല്ല. നമ്മൾ അന്വേഷിക്കുന്നത് മീനെയാണ്. നമ്മൾ അന്വേഷിക്കുന്നത് സൗഖ്യമാണ്. നമ്മൾ അന്വേഷിക്കുന്നത് മാമോനെയാണ്. അതിന് ദൈവം ഒരു ഉപാധിയായി വരുന്നു എന്നേ ഉള്ളൂ. നോ മാൻ ക്യാൻ സീക്ക് ഗോഡ്. അതിനൊരു കാരണമുണ്ട്. ഞാൻ ഇവിടുത്തെ പാസ്റ്ററും, നിങ്ങൾ വിചാരിച്ചോ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് വിചാരിച്ചോ, ഇതെല്ലാം കഥയാണേ, നിങ്ങളങ്ങനെ വിചാരിക്കരുത്. ഞാൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട കള്ളനും കഥയാണ്.
പാസ്റ്റർ കൊടുത്ത പോലീസുകാരനൊന്ന് വിചാരിച്ചോ, രാവിലെ പാസ്റ്റർ വന്നിട്ട് ആ തടിയൻ ഇവിടെ എങ്ങനെ നിൽക്കുന്ന കണ്ടോ എന്ന് ചോദിച്ചാൽ എന്തിനന്വേഷിക്കുന്നത്? എന്തിനന്വേഷിക്കുന്നേ? എന്നെ പിടിക്കാനാ. പോലീസുകാരൻ എന്തിനന്വേഷിക്കുന്നേ? ഞാൻ നിങ്ങളുടെ അടുത്തുനിന്നിട്ട് ആ പാസ്റ്റർ ഇതിലെങ്ങാനും പോകുന്ന കണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുന്നത് എന്തിനായിരിക്കും? പിടിക്കാതിരിക്കാനായിരിക്കും അല്ലേ? ഏതെങ്കിലും വഴിയെ മുങ്ങാൻ വേണ്ടിയാ. അയാൾ അവിടെ ഉണ്ടെങ്കിൽ ഇപ്പുറത്തോടെ പോകാൻ വേണ്ടിയല്ലേ ഞാൻ അന്വേഷിക്കുന്നത്. അപ്പൊ നീതിമാനായ എൻ്റെ പാപത്തിന്റെ കണക്കുമായിട്ട് നീതിമാനായ തേജോമയനായ ദൈവത്തിനടുത്തേക്ക്, ദൈവമേ ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മനുഷ്യൻ പോവോ? വിവരമുള്ളവൻ പോവില്ല. കാരണം ഒരാൾക്കും അവൻ വെളിപ്പെട്ട് വന്നാൽ അവൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ദൈവത്തെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നവരുടെ ഉള്ളിൽ തുടർച്ചയായ ഒരു ബ്രോക്കൺനെസ് ഇല്ലെങ്കിൽ അവർ ദൈവത്തെ കണ്ടിട്ടില്ല. തുടർച്ചയായ ഒരു പാപബോധം, ജീവിതാന്ത്യം വരെ നിൽക്കുന്ന ഒരു നത്തിങ്നെസ്, ഐ ആം നത്തിങ് ഓ ലോർഡ് എന്നുള്ള ആ ഉൾബോധം ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ദേ ആർ നോട്ട് ലിവിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, എത്ര മതമുണ്ടെങ്കിലും എത്ര സൽപ്രവൃത്തി ചെയ്താലും യു ആർ നോട്ട് മേക്കിംഗ് യുവർ സെൽഫ് എലിജിബിൾ ടു മീറ്റ് ഗോഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇത് മാത്രമല്ല പാപത്തിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. പാപത്തിന് ഒരു പരിഹാരം ആവശ്യമാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഓക്കെ, സോറി, 19-ാം വാക്യം. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. ഇവിടെ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക. മനുഷ്യന്റെ അനുസരണം എത്ര അനുസരിച്ചാലും അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക വാക്യം, ആർക്കും മനസ്സിലാകാൻ പ്രയാസമുള്ള ഒരു വാക്യമാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരെ തീരും. 18-ാം വാക്യം ഒന്ന് എടുക്കാമോ? 18 തൊട്ട് മുമ്പുള്ള വാക്യം. അങ്ങനെ ഏകലംഘനത്താൽ, അതായത് ഏക മനുഷ്യന്റെ മാത്രമല്ല വൺ ആക്ട് ഓഫ് ഡിസൊബീഡിയൻസ്, ഒറ്റ പ്രവൃത്തി, ലംഘനം എന്ന ഒറ്റ പ്രവൃത്തി. എന്ത് പ്രവൃത്തിയായിരുന്നു അത്? ആ പഴം പറിച്ചു തിന്നുന്ന, വിലക്കപ്പെട്ട കനി ഏദൻ തോട്ടത്തിൽ പറിച്ചു തിന്നുന്ന ഒരൊറ്റ പ്രവൃത്തിയാൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു. എന്തുകൊണ്ട് വന്നു? ആ പഴം തിന്നപ്പോൾ നമ്മൾ എവിടെ ഉണ്ടായിരുന്നു? ആദമിനകത്തുണ്ടായിരുന്നു അല്ലേ? ആദമിനകത്തുനിന്നല്ലേ നമ്മളെല്ലാവരും വന്നത്. അപ്പൊ പഴത്തിന്റെ വിറ്റാമിൻ ആർക്കാ കിട്ടിയേക്കുന്നത്? പ്രിയ സഹോദരങ്ങൾ, ഈ പഴത്തിന്റെ പ്രത്യേകത എന്താ? അന്ന് കഴിച്ചവന് കിട്ടിയതിനേക്കാളും ഭയങ്കര വിറ്റാമിനാണ്. ഇത് ഓരോ കാലം ചെല്ലുന്തോറും ഇതിന്റെ വിറ്റാമിൻ കൂടി വരുക. അന്ന് അവർക്ക് ആകെ പഴം തിന്നപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയത് എന്താണെന്നറിയോ? ഒരു സൂചി നൂലും എടുത്ത് അത്തിയില തുന്നാൻ അവരെ കൊണ്ട് പറ്റുള്ളൂ. ഇന്ന് ആ പഴം വളർന്ന് നമ്മൾ റോക്കറ്റ് കണ്ടുപിടിച്ചു, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു അല്ലെ, എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. ഇതെല്ലാം ആ പഴമാണ്. സന്തോഷമായില്ലേ? ആ ഒരൊറ്റ പഴം പക്ഷെ നമ്മളെ ദൈവത്തിന്റെ ശത്രുക്കളാക്കി മാറ്റി. ദൈവത്തിന്റെ ശത്രുക്കളാക്കി മാറ്റാൻ കാരണം അതുവരെ ആത്മാവിനെ അനുസരിച്ചുകൊണ്ടിരുന്ന് നടന്ന ജനം ഈ പഴം പറിച്ചു കഴിഞ്ഞപ്പോൾ ബുദ്ധിയുള്ളവരായി മാറി. ബുദ്ധിയുള്ളവരായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പനെ അമ്മേനെ ആവശ്യമുണ്ടോ? ദൈവത്തെ ആവശ്യമില്ല. പിന്നെ നന്മ തിന്മകൾ നമ്മളാ തീരുമാനിക്കുന്നത്. ഈ ഷർട്ട് കൊള്ളാട്ടോ, നല്ലതാ. ദൈവം പറഞ്ഞോ? ഇല്ല. ദൈവം പറയേണ്ട കാര്യമുണ്ടോ? നാളെ രാവിലെ ഇഡ്ഡലി വേണോ ദോശ വേണോ? ദൈവം പറയേണ്ട കാര്യമുണ്ടോ? നമുക്കതൊക്കെ വിവരം ഉണ്ടല്ലോ അല്ലേ? ഇല്ലേ? അപ്പൊ ലോകത്തിൽ ഏത് കാര്യം അനുസരിക്കാൻ നമുക്ക് എന്ത് മതി? നന്മ തിന്മകളുടെ തിരിച്ചറിവ് മാത്രം മതി. ദൈവത്തെ ആവശ്യമില്ല. അപ്പം ദൈവം പറയുന്ന കേട്ട ആത്മാവിലല്ല, നന്മ തിന്മകളുടെ അറിവിനാൽ ജഡത്തിൽ ജീവിക്കാതെ അന്ന് തീരുമാനിച്ചപ്പം മക്കളായി ഉണ്ടായ സകല എണ്ണവും ഇതേ സ്വഭാവമുള്ളവരായിട്ടാണ് ജനിക്കുന്നത്. ജനിക്കുന്ന ഉടനെ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ലോകത്തിൽ ആരെല്ലാം ആദമിന്റെ സന്തതിയായി ജനിക്കുന്നോ അവരെല്ലാവരും പാപികളാണ്. നമ്പർ 1, അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നമ്പർ 2, അവരെല്ലാവരും മരിക്കണം. കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണ്. നമ്മൾ ജനിച്ചു വളരുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ പറഞ്ഞ 3 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ അടുത്തുനിന്ന് ഒരു ടോയ് നിങ്ങൾ തട്ടിപ്പറിച്ചെടുത്ത് നോക്കി. അവൻ അവിടെ കിടന്ന് ബഹളം വെച്ച ടോയ് തിരിച്ചു കിട്ടുന്ന ഓരോ ബഹളം വയ്ക്കും. ചിലപ്പോൾ ഇങ്ങനെ ദേഷ്യം പ്രകടിപ്പിക്കുന്നതാണ് അല്ലേ? കണ്ടിട്ടുണ്ടോ? അവൻ ആ ബുദ്ധിയും 3 വയസ്സിൻ്റെ ബുദ്ധിയും ഒരു 30 വയസ്സിൻ്റെ ആരോഗ്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവൻ അവിടെ കിടക്കുന്ന ഏതെങ്കിലും ഒരു സാധനം നിങ്ങളുടെ തലയ്ക്കൊട്ട് അടി അടിച്ചിട്ട് ആ ടോയ് എടുത്തുകൊണ്ട് പോകും ഇല്ലേ? അവൻ കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഇത് അമർത്തി വെക്കാനും ഒതുക്കി വെക്കാനും അഭിനയിക്കാനും ഒക്കെ പഠിക്കുന്നതുകൊണ്ടാണ് പലതും ഉള്ളിൽ വെച്ച് നിങ്ങളെ തല്ലി കൊല്ലാതെ ചിരിച്ചിട്ട് പോകുന്നത്. അവൻ ആ ഒറിജിനൽ സ്വഭാവം നമ്മൾ അടി കൊടുത്തൊക്കെ ഒതുക്കാതിരുന്നെങ്കിൽ, ചെറുപ്പത്തിൽ ഒതുക്കാതിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നില്ല, ഇത് വളർന്ന് വലുതായി വരുമ്പം അവൻ്റെ കാര്യം സാധിച്ചില്ല, അവൻ തല്ലി കൊന്നിട്ട് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്.
കാരണം അവർ ചെറുപ്പത്തിലെ നിയന്ത്രിക്കപ്പെടുന്നില്ല. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ കാടന്മാരായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളല്ലേ എന്നോർത്തുകൊണ്ട് നമ്മൾ ചിരിച്ചങ്ങ് സന്തോഷിക്കുന്നതാണ്. ബട്ട് റിയലി അവരുടെ ഒറിജിനൽ സ്വഭാവം അനലൈസ് ചെയ്ത് നോക്കി. ആ സ്വഭാവം ഞാൻ കാണിച്ചാൽ നിങ്ങൾ എന്നെ മുസഫ മുതൽ അബുദാബി വരെ ഓടിക്കും വാടിയെടുത്ത്. കാരണം അത്ര വൃത്തിയായിട്ട് ഒരു ജനങ്ങളാണ് നമ്മുടെ എല്ലാം. പിന്നെ എങ്ങനെയൊക്കെയോ സിവിലൈസേഷൻ വെച്ചും നന്മതിന്മകളെക്കുറിച്ച് പഠിപ്പിച്ചും ഇൻസ്ട്രക്ട് ചെയ്തും തല്ല് കൊടുത്തും മുട്ടുകൊടുത്തൊക്കെ ഒരു വിധത്തിൽ നേരെയാക്കി വെച്ചേക്കുന്നതാണ്. അത് എങ്ങനെ നേരെയാക്കി വെച്ചാലും പാവം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലാവും, പിന്നെയും മാനസാന്തരപ്പെടും, പിന്നെയും പഴയ പോലാവും, പിന്നെയും മാനസാന്തരപ്പെടും. അപ്പോൾ ദൈവം ഒരു നിയമം വെച്ചു, നിങ്ങൾ നന്നാകാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുക, എപ്പോൾ പാപം ചെയ്താലും ഒരു യാഗം കഴിച്ചാൽ മതി. അപ്പോൾ കുറച്ച് വില കൊടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ പറഞ്ഞു. വീട്ടിലുള്ള ആടിനെ കൊണ്ട് ഇറക്കും അല്ലെ, അങ്ങനെ പാപം ഇടയ്ക്കിടയ്ക്കെല്ലാം നമ്മൾ പാപം ഏറ്റു പറയേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. ഇവിടെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്ക് ശിക്ഷാവിധി വന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ പാപത്തിന്റെ ശമ്പളം ഏത് കൊച്ചിനെ കാണുമ്പോഴും നിങ്ങൾ ആദ്യം ഒന്ന് ചിരിച്ച് കളിപ്പിച്ചിട്ട് ഉടനെ മനസ്സിൽ വിചാരിക്കണം, എൻ്റെ കർത്താവെ നാളെ നരകത്തിൽ പോണ്ടി വരുമല്ലോ കുഞ്ഞ്. അതാ സ്വഭാവം. നിങ്ങൾ ഏത് കുഞ്ഞിനെ നോക്കിക്കോ. ഓക്കെ, അപ്പൊ സകലർക്കും എന്ത് വന്നിട്ടുണ്ട്? ശിക്ഷാവിധി വന്നു. അടുത്ത വാക്യം നോക്കിയേ, ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. വിശ്വസിക്കാൻ പറ്റുമോ? ഒരൊറ്റ മനുഷ്യന്റെ ഒരൊറ്റ ഒബീഡിയൻസ്, അതല്ലേ ഏക മനുഷ്യന്റെ വൺ ആക്ട് ഓഫ് ഒബീഡിയൻസ് ഓൺ ദ ക്രോസ്. ക്രൂശിൽ ഒരിക്കലായി യേശു കാണിച്ച അനുസരണം, അവന്റെ അനുസരണത്തിന്റെ പെർഫെക്ഷൻ ആയിരുന്നു അത്. അവൻ ജീവിതകാലം മുഴുവൻ അനുസരണം പഠിച്ചു. എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എബ്രായ ലേഖനത്തിൽ കാണുന്നുണ്ട്. ഏകനീതിയാൽ സകല മനുഷ്യർക്കും 18-ാം വാക്യം ജീവകാരണമായ നീതീകരണം വന്നു. അപ്പൊ ദൈവത്തിന് മുമ്പിൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് യേശുവിന്റെ ക്രൂശ് മരണത്താലാണ്. അതെങ്ങനെ സംഭവിച്ചെന്നുള്ളതാണ് നമ്മൾ അവശേഷിക്കുന്ന 20 മിനിറ്റിൽ സംസാരിക്കാൻ പോകുന്നത്. 19-ാം വാക്യം കൂടെ വായിച്ചു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ, നമ്മുടെ സൽപ്രവൃത്തികളാലല്ല, ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി മാറും. വിശ്വാസമുണ്ടോ? ഇത് വിശ്വസിക്കാൻ മനുഷ്യർക്ക് അസാധ്യം. പക്ഷെ ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇതൊരു യേശു ക്രിസ്തു എങ്ങനെയാണ് ഇത് സാധിച്ചതെന്ന് നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ഹി പ്രൊക്യൂർ അവർ സാൽവേഷൻ? അത് നമുക്ക് എബ്രായ ലേഖനം ആവശ്യമാണ്. എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പം യേശു ക്രിസ്തു എന്താണ് ശരിക്കും ചെയ്തത്? എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങൾ വായിക്കാം. ചാപ്റ്റർ 5 verse 7, 8 and 9. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം, ഉണ്ടോ, വൺ ആക്ട് ഓഫ് ഒബീഡിയൻസ്, അനുസരണം പഠിച്ച് തികഞ്ഞവനായി. എന്തിനു വേണ്ടി? തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനാകാൻ വേണ്ടി. അപ്പൊ 7 ഒന്നുകൂടെ വായിക്കാം. 7 ഞാൻ വായിക്കാം. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത്, അപ്പം യേശു ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്, അതാരാ? പിതാവ്, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ എന്ന് പറഞ്ഞ എന്താ? നിർത്താത്ത നിലവിളി. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, പകല് മുഴുവൻ രോഗികളെ സൗഖ്യമാക്കി ആൾക്കാരെ പഠിപ്പിച്ച് രാത്രിയാകുമ്പം കുഞ്ഞുങ്ങളെ നിങ്ങൾ പോയി വിശ്രമിച്ചോളാൻ പറഞ്ഞിട്ട് യേശു ഏതെങ്കിലും മരയുടെ മുകളിലോട്ട് കയറിപ്പോയിട്ട്, അപ്പം ഞാൻ വിചാരിക്കും, ഞാൻ തോമസ് എന്ന് വിചാരിച്ചോ, എനിക്കിതെന്താണെന്ന് അറിയണം, എപ്പോഴും സംശയമാണല്ലോ തോമസിന്. തോമസ് വിചാരിക്കുകയാണ്, എന്താ ഈ കർത്താവ് നമ്മളെ വിട്ടിട്ട് രാത്രി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണം, ഇവൻ പുറകെ വരുമെന്ന് വിചാരിച്ചോ. നോക്കുമ്പം എന്തായിരിക്കും കാണുന്നത്? യേശു ഒരു മരയുടെ മുകളിൽ പോയി നിന്നിട്ട് അലറി നിലവിളിക്കുക. നമ്മൾ കരയാൻ വിതുമ്പി കണ്ണുനീര് 2 തുള്ളി ചാടിക്കുന്ന പോലല്ല, ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീരിലൂടെ അലറി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. നിലയ്ക്കാത്ത കണ്ണുനീരോട് ഉറച്ച നിലവിളിയോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുക. എന്താ ചോദിക്കുന്നറിയോ? എന്താ ചോദിക്കുന്നേ? എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ. എന്താ ചോദിക്കുന്നേ? യേശു എന്താ പ്രാർത്ഥിക്കുന്നേ പിതാവിനോട്? എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ. ഭയങ്കര കരച്ചില. ഞാൻ ആദ്യം വിചാരിച്ചു, എന്തിനാ യേശു ഇങ്ങനെ ഭയഭക്തിയോടെ എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്നത്? യേശു അങ്ങനെ നിലവിളിച്ചു. എന്നിട്ട് എന്ത് കേട്ടു? ഭയഭക്തി നിമിത്തം പിതാവ് ഉത്തരവും കൊടുത്തുന്ന. അപ്പൊ ശരിക്കും മകനായതുകൊണ്ടല്ല, അവന്റെ ഭയവും അവന്റെ ഭക്തിയും കണ്ടിട്ട് പിതാവ് തീരുമാനിച്ചു മരിക്കണ്ട, ജീവിച്ചോട്ടെ എന്ന്. അത് ഏത് മരണമായിരുന്നു? യേശുക്രിസ്തുവിന്റെ ശാരീരിക മരണമാണെങ്കിൽ അത് നടന്നല്ലോ. എത്ര പ്രാർത്ഥിച്ചിട്ടും അത് ആ പാനപാത്രം നീക്കാൻ പറ്റില്ലായിരുന്നു, അല്ലേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമെന്ന് പറഞ്ഞ് കർത്താവ് നീക്കില്ല എന്ന് അറിയാമായിരുന്നു.
നീക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. ശിഷ്യന്മാരും കൂടെ കേൾക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ പറഞ്ഞത്. കഴിയുമെങ്കിൽ നീക്കണേ. കഴിയില്ല. കാരണം രക്ഷിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മളെ വേണേൽ തൂത്തുപറയ്ക്ക് എല്ലാവരും നരകത്തിൽ വിടായിരുന്നു, അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. രക്ഷിക്കാൻ കർത്താവ് എപ്പോൾ തീരുമാനിച്ചോ അപ്പം തന്നെ അറിയാം എന്താ ഈ പാനപാത്രം നീക്കാൻ സാധിക്കില്ല. അപ്പോൾ അതല്ല, ശാരീരിക മരണമല്ല. അപ്പം ചിലർ പറഞ്ഞു ആത്മീക മരണമായിരിക്കും. ദൈവം ആത്മാവാണ്, ആത്മാവിന് ഒരിക്കലും മരിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് ഒരിക്കലും മരിക്കാൻ പറ്റില്ല. ദൈവം നിത്യനാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോഴും ദൈവമാണ്. ചില ആൾക്കാർ അങ്ങനെ പറയാറുണ്ട്, മരിക്കുന്ന ആ മോമെന്റിൽ അവൻ ദൈവമല്ലായിരുന്നു. ദൈവമല്ലായിരുന്നെങ്കിൽ നമ്മളെ രക്ഷിച്ചത് ദൈവമല്ല, നമ്മുടെ രക്ഷകൻ ആ സമയത്തുണ്ടായ മനുഷ്യനാണ്. ആ സമയത്ത് പെട്ടെന്നൊരു മനുഷ്യൻ മാത്രമായിട്ടൊന്നും കർത്താവ് മാറിയിട്ടില്ല. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഓരോ സെക്കൻഡും അവൻ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും എപ്പോഴും അവൻ നിത്യനായ പുത്രൻ, അവൻ എപ്പോഴും ദൈവമാണ്. ദൈവത്തിന് കുറേ നേരം ഞാൻ ഇനി ദൈവമല്ല എന്ന് പറയാൻ പറ്റില്ല. ഹീസ് ആൻ ഇറ്റേണൽ ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എറ്റേണലി ഹീസ് ഗോഡ്. അപ്പോൾ ആ സമയത്ത് അവൻ ആത്മമരണമൊന്നും സംഭവിക്കാൻ പറ്റില്ല. പിന്നെ എന്തു മരണത്തിൽ നിന്നാണ് കർത്താവ് നിലവിളിച്ച് അലറിക്കരഞ്ഞ് ഭയഭക്തിയോടെ രാത്രി മുഴുവൻ നിലവിളിച്ച് രക്ഷപ്പെട്ടത്? 6-ാം വാക്യം വായിച്ച്, തൊട്ടുമുള്ള വാക്യം. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. യേശു ആരാണ്? യേശു ആരാണ്? പുരോഹിതനാണ്. ഇനി 10-ാം വാക്യം. മൽക്കീസ്, കണ്ടോ, ഇത് 7, 8, 9 കഴിഞ്ഞപ്പം 10-ാം വാക്യമായി അല്ലേ? നമ്മൾ 7, 8, 9 വായിച്ചല്ലോ. 10-ാം വാക്യത്തിൽ എന്താ എഴുതിയേക്കുന്നത്? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. അപ്പം യേശു ഒരു പുരോഹിതനാണ്. ആരെ പോലുള്ള പുരോഹിതനാണ്? മൽക്കീസദേക്കിനെ പോലുള്ളൊരു പുരോഹിതനാണ്. ഓക്കെ, ഈ മൽക്കീസദേക്കിനെ പോലെ നമ്മുടെ ഈ നാട്ടിൽ അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ. ഈ അച്ഛന്മാരൊക്കെ കുർബാന ചൊല്ലാൻ പോകുമ്പം, ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു, അപ്പം ഈ കുർബാന ചൊല്ലാൻ പോകുന്ന സമയത്ത് അച്ഛൻ ഈ കുർബാനയ്ക്ക് നമുക്ക് പൈസ അടയ്ക്കാം അല്ലേ? എന്തിനാ പൈസ അടയ്ക്കുന്നത്? അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പേരും കൂടെ ഓർക്കും. ചെയ്സ് എന്ന് പറയുന്നവൻ അന്ന് 250 പൈസയാണ് കുർബാനയ്ക്ക്. എൻ്റെ ചെറുപ്പകാലത്ത് ഒരു കുർബാന എൻ്റെ പേരിൽ അച്ഛൻ എന്ത് ചെയ്യുന്നറിയോ? അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പം ഈ ചെയ്സ് എന്ന് പറഞ്ഞ ഒരു തല്ലിപ്പൊളി പാവി എന്നോട് 250 പൈസ തന്നിട്ടുണ്ട്. അവനെയും കൂടെ ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ യാഗം കഴിക്കുമ്പോൾ ആരെങ്കിലും കൂടെ വേണ്ടിയാ ഈ പൈസ കൊടുത്ത് എനിക്കും കൂടെ വേണ്ടിയാണ് അച്ഛൻ പ്രാർത്ഥന. അപ്പോൾ ലോകത്തിലുള്ള ഏത് പുരോഹിതനെ നോക്കിയാലും പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും പുരോഹിതന് വേണ്ടി മാത്രമല്ല, ആർക്കും കൂടെ വേണ്ടിയാണ്? അവൻ ആരെ പ്രതിനിധാനം ചെയ്യുന്നോ അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ യേശു ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യ ശുശ്രൂഷ എങ്ങനെ നിർവഹിച്ചു എന്നാണ് 5-7, 8, 9 വാക്യങ്ങൾ പറയുന്നത്. അപ്പൊ കർത്താവ് ആർക്ക് വേണ്ടി നിലവിളിച്ച്? അവൻ ആരെ പ്രതിനിധാനം ചെയ്തോ, എന്നെ രക്ഷിക്കണേ എന്ന് പുരോഹിതൻ ചെന്ന് പറയുമ്പോൾ പുരോഹിതൻ ഒരു പ്രതിനിധിയാണ്. അവന്റെ നിലവിളിയിലൂടെ ആരാ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? ആരാ രക്ഷപ്പെട്ടത്? നമ്മളാ രക്ഷപ്പെട്ടത്. എത്ര പേർക്ക് മനസ്സിലായി? ഒരൊറ്റ ആക്ട് ഓഫ് ഒബീഡിയൻസ്, ഒരൊറ്റ യാഗാർപ്പണം, ഒരൊറ്റ അനുസരണം. ആ ഒരൊറ്റ അനുസരണത്തിലൂടെ അവൻ നമ്മൾ എന്നേക്കുമായി രക്ഷിച്ചു. ആ ഒരൊറ്റ അനുസരണത്തിൽ എന്താ സംഭവിച്ചെന്നറിയോ? അതിന്റെ ബിൽഡിംഗ് അപ്പ് ഭയങ്കരമായിരുന്നു, ഭീകരമായിരുന്നു, വേദനിപ്പിക്കുന്നതായിരുന്നു. അത് നിലയ്ക്കാത്ത കണ്ണുനീരിലേക്കും അലറി വിളിക്കുന്ന കരച്ചിലേക്കും വേദനയിലേക്കും കർത്താവിനെ നയിച്ചത്. ഞാൻ അന്നൊക്കെ ഇത് മനസ്സിലായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്തിനാ നീ അത്ര എനിക്ക് വേണ്ടി കരഞ്ഞത്? അത്രയും ചെയ്സിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഹാപുരോഹിതൻ എനിക്ക് പകരം കൃപാസനത്തിലേക്ക് കയറി അവന്റെ ശരീരത്തെ വിഭജിച്ച് അവന്റെ ദേഹം എന്ന തിരശീല 2ആയി പിളർന്ന് അതിനിടയിലൂടെ ഒരു ജീവന്റെ പുതുവഴി എനിക്ക് തുറക്കാൻ വേണ്ടി അവൻ എന്തിനാണ് അത്രയും നിലവിളിച്ചതെന്ന് ചോദിച്ചപ്പം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് ഇപ്പം പറയാമെന്ന് വിചാരിച്ചോ, നിങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ച് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരിലും കരയോ? ആരിലും കരയോ? എനിക്ക് തോന്നുന്നില്ല ആരിലും കരയുന്നത്. 2 വയസ്സുള്ള കൊച്ചു പോലും ഇന്ന് നരകം കേട്ട ചിരിക്കുകയുള്ളൂ. കാരണം ഒരു VBS ഒക്കെ അങ്ങനെ പഠിപ്പിച്ചേക്കുന്നത്, നരകത്തിൽ സാത്താൻ, സ്വർഗത്തിൽ, ഇതെല്ലാം പാട്ടുപാടി പഠിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഭയം ഉണ്ടാവില്ല. ഈ പാട്ടുപാടി യേശുവിനെ കുറിച്ച് പഠിക്കുന്ന പിള്ളേർക്ക് യേശുവാണ് എൻ്റെ ട്രെയിനിൻ്റെ എഞ്ചിൻ ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞ ആൾ നാളെ ഒരു എഞ്ചിൻ ഡ്രൈവറെ കാണുമ്പോൾ ഇതായിരിക്കും യേശു എന്ന് വിചാരിക്കും. അത്രയും ഭയമേ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ VBSലെ പാട്ടുകളെല്ലാം ഭയം എടുത്തു കളഞ്ഞും പിള്ളേരുടെ കൂടെ ഡാൻസും പാട്ടും പഠിക്കുന്ന ഒരാളായിട്ട് യേശുവിനെ അവതരിപ്പിക്കുന്ന ഇത് പഠിച്ച് വളരുന്ന പിള്ളേർക്ക് വലിയ ഭയം ഉണ്ടാകാൻ സാധ്യതയില്ല ദൈവത്തെ. അതാണ് എൻ്റെ കാര്യം. ഇന്നത്തെ കാലത്ത് പിള്ളേർ പോലും നരകം എന്ന് കേട്ടാൽ പേടിക്കില്ല, കരയില്ല. അതേ സമയത്ത് ഒരു ഡോക്ടർ ഡയഗ്നോസിസ് നടത്തിയിട്ട് പറയാണ്, നിങ്ങൾക്ക് ക്യാൻസർ ആണ്, ലാസ്റ്റ് സ്റ്റേജാണ്, 2 മാസം കൂടെ ജീവിക്കുള്ളൂ. അയ്യോ കർത്താവേ, കരയണമെങ്കിൽ അത് വേണം. അല്ലേ ഡോക്ടർ പറയണത് നിങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ട്. എൻ്റെ ദൈവമേ, നിലവിളി അങ്ങ് കേരളത്തിൽ കേൾക്കായിരിക്കും ഇവിടുന്ന്. അതല്ലാതെ നരകത്തിൽ പോകുന്നെന്നും പറഞ്ഞ് ആരും കരയില്ല. അപ്പൊ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച്, ചെയ്സ് എന്ന് പറയുന്ന ഒരുത്തൻ നരകശിക്ഷ പേടിച്ച് ദൈവത്തെ ഭയപ്പെട്ട് അലറി നിലവിളിച്ച് കരഞ്ഞ് കർത്താവേ എന്നെ രക്ഷിക്കണേ എന്ന് എത്ര മാത്രം കരഞ്ഞിരുന്നെങ്കിൽ ദൈവത്തിന് എന്നോട് കരുണ തോന്നുമായിരുന്നോ? അത്രയും കരയേണ്ടത് ആവശ്യമായിരുന്നു ഞാൻ രക്ഷപ്പെടണമെങ്കിൽ, അല്ലേ?
നമ്മൾ പലപ്പോഴും പറയില്ല, ഏദൻ തോട്ടത്തിൽ വെച്ച് ആദം ഒന്ന് കരഞ്ഞ് നിലവിളിച്ചായിരുന്നു ദൈവം കേട്ടേനെന്ന്. കരയാൻ പറ്റുകയില്ല, നമ്മളൊന്ന് കരഞ്ഞ് നടക്കുകയില്ല. കാരണം നമ്മൾ നീതിമാന്മാരാണെന്നും പാപികളല്ലെന്നും നമ്മളോട് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്ത ഒത്തിരി സൽപ്രവൃത്തികളുണ്ട്. അതുകൊണ്ട് കരയാൻ പറ്റില്ല. നമ്മൾ എത്ര പാപികളാണെന്ന് എത്ര കേട്ടാലും നമ്മുടെ ഉള്ളിൽ തോന്നില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ എന്തുമാത്രം കരയണമായിരുന്നറിയോ നേടാൻ, അത് നിനക്ക് പകരം ഞാനാ കരഞ്ഞത്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, കർത്താവേ പിതാവേ, നിനക്ക് എന്നോടല്ലല്ലോ കരുണ തോന്നിയത്. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്, എന്നോടല്ല കരുണ തോന്നിയത്, ശരിക്കും അവൻ്റെ പുത്രൻ്റെ അലറി കരച്ചിൽ കേട്ടിട്ടാ പിതാവ് പറഞ്ഞ് ചേസിനെ കൂടെ ത്രൂ, എന്നെ കൂടെ ത്രൂ. അപ്പോൾ യേശുവിൻ്റെ കണ്ണുനീര് ആരെയാണ് രക്ഷിച്ചത്? എന്നെയാണ് രക്ഷിച്ചത്. ഈ രക്ഷിക്കാൻ വേണ്ടി എന്താ ചെയ്തെന്നറിയോ? ഇവിടെയാണ് നമ്മൾ യേശുവിൻ്റെ ഒരൊറ്റ യാഗത്തിലേക്ക് നോക്കുന്നവൻ. മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുവിനെ ഉയർത്തിയിരിക്കുക. ആ യേശുവിനെ നോക്കുന്നവൻ ജീവൻ പ്രാപിക്കും. എബ്രായർ 10 നമ്മൾ വരുമ്പോൾ ലോകത്തിലെ മതങ്ങളും യേശുക്രിസ്തുവിൻ്റെ യാഗവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ചിന്തിക്കാം. ലോകത്തിലെ മതങ്ങളെല്ലാം ഒരു ലേവ്യ പൗരോഹിത്യത്തിൻ്റെ ഒരു കോപ്പിയാണ്. ലോകത്തുള്ള മതങ്ങളുടെ എല്ലാം ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ലിവിറ്റിക്കൽ സിസ്റ്റമത്തിൻ്റെ ഒരു കോപ്പിയാണ്. ലിവിറ്റിക്കൽ സിസ്റ്റം ദൈവത്താൽ സ്ഥാപിതമാണ്, അത് ബൈബിളിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ലോകത്തിൽ ഏത് മതം നോക്കിയാലും അതിനോടൊരു സദൃശം നമുക്ക് കാണാം, ഏത് മതം നോക്കിയാലും. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യൻ്റെയും ഇടയിൽ ഒരു മനുഷ്യൻ നിന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ദൈവവും മനുഷ്യൻ്റെ ഇടയിൽ ആര് നിന്ന് പ്രാർത്ഥിക്കുന്നു? ഒരു മനുഷ്യൻ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ മനുഷ്യൻ കഴിക്കുന്ന യാഗമായതിനാൽ ആ പ്രാർത്ഥന അവൻ പ്രാർത്ഥിക്കുമ്പോൾ ജനത്തിന് വേണ്ടി മാത്രമല്ല, അവന് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണം. കാരണം അവൻ ബലഹീനനാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുമാത്രമല്ല, ലോകത്തിലെ ഏത് മതങ്ങളിലും പാപപരിഹാര ക്രിയകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും, ഒരിക്കലും തീരുന്നില്ല അത്. അതായത് ഒരു പൂജ നടത്തിയാൽ, ഇന്ന് നടത്തിയാൽ അതിൻ്റെ എഫക്റ്റ് ആ പൂജ തീരുന്നോടെ തീർന്നു, അതുവരെയുള്ള പാപം പോയി. ഇനി അടുത്ത പാപം വരുമ്പോൾ പിന്നെ അടുത്ത പൂജ ചെയ്യണം. അതുപോലെ കുർബാനയും അതുപോലെയാണ്. എല്ലാ സഭകളിലും മതങ്ങളിലും നടക്കുന്ന ആവർത്തിക്കപ്പെടുന്ന ഒരു സിസ്റ്റത്തിലൂടെ വീണ്ടും വീണ്ടും കഴുകൽ പ്രാപിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. ഞാനൊരു ഓർത്തഡോക്സുകാരനായിരുന്നുകൊണ്ട് ഓർത്തഡോക്സിലെ അനുഭവം ഞാൻ പറയാം. ഇപ്പം ഞാനൊരു ഓർത്തഡോക്സുകാരനായിട്ട് മരിക്കുമെന്ന് വിചാരിച്ചു. മരിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് അച്ഛൻ വന്ന് ഒടുക്കത്തെ ഒപ്രൂഷ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലേ, അറിയോ? ലാസ്റ്റ് കൂദാശ നടത്തി, അന്ത്യകൂദാശ നടത്തി ഒരു അപ്പം വായിൽ വെച്ച് തരും. അപ്പം അതുവരെയുള്ള പാപം കണ്ണുകൊണ്ട് ചെയ്ത്, മൂക്കുകൊണ്ട് ചെയ്ത്, വായു കൊണ്ട് ചെയ്ത്, ചെവി കൊണ്ട് ചെയ്ത് എല്ലാം ബന്ധിച്ചു, സോൾവ് ചെയ്തു, കർത്താവിനോട് ക്ഷമയും ചോദിച്ചു, അപ്പവും നുറുക്കി വായു വെച്ചു. അപ്പോൾ അതുവരെയുള്ളതെല്ലാം തീർന്നല്ലോ. തീർന്നോ ഇല്ലയോ? തീർന്നു. പക്ഷെ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ മരിക്കുന്നത്. പണ്ടേ ഗുരുത്തക്കേടുള്ളവനായതുകൊണ്ട് ആ 15 മിനിറ്റും ശരിയല്ലായിരുന്നു. അപ്പം ആ 15 മിനിറ്റിൻ്റെ ബാക്കിയുണ്ട്. ഓക്കെ, മരിച്ചുപോയി. അപ്പം ഞാൻ എവിടെ പോകും? കാരണം അൺഫോർഗിവൺ സിൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നേ? നരകത്തിലേ പോകുള്ളൂ. അപ്പം 15 മിനിറ്റ് എനിക്കൊരു കെണിയായിട്ടിരിക്കുക. ഞാൻ മരിച്ചു കഴിഞ്ഞ് 9-ാം ദിവസം അച്ഛൻ വന്ന് ഒരു കുർബാനകൾ നടത്തി. അപ്പോൾ തീർന്നു കാണുമല്ലോ 15 മിനിറ്റിൻ്റെ കേസ്. തീർന്നോ ഇല്ലയോ? തീർന്നെങ്കിൽ പിന്നെ 40-ാം ദിവസം അച്ഛൻ എന്തിനാ വരുന്നത്? തീർന്നെങ്കിൽ പിന്നെ 1 വർഷം കഴിഞ്ഞ് എന്താ വരുന്നത്? എന്തിനാ വരുന്നതെന്നറിയോ? അതിൻ്റെ കാരണം എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആവർത്തിക്കപ്പെടുന്ന ഒരു യാഗത്താലും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല, തീർന്നു എന്നൊരിക്കലും തോന്നില്ല. 100 പ്രാവശ്യം കുർബാന നടത്തിയാലും ഈ മനുഷ്യൻ സ്വർഗത്തിൽ പോയോ ഇല്ലയോ എന്നൊരു വാക്ക് പറയാൻ സാധിക്കില്ല. അതെല്ലാ മതങ്ങളിലും അങ്ങനെ. ഇപ്പം ഞാനൊരു ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരാളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഒരു ബ്രാഹ്മണന്, അദ്ദേഹം മരിക്കാൻ കിടക്കുകയെന്ന് വെച്ചു. എന്താ ഒത്തിരി കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാണ്, ഒത്തിരി കർമ്മങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളി പറയും എന്നോട്, ഒന്നും ചെയ്തു തീർത്തിട്ടില്ല, അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ പുഴുവായിട്ടോ പുലിയായിട്ടോ ഈച്ചയായിട്ടൊക്കെ ജനിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് ഓർത്തിട്ട് പേടിയാവുന്നു, ഇനി എന്ത് ചെയ്യും, ഇനി എനിക്ക് ആയുസ്സും ഇല്ല. കാരണം ആവർത്തിക്കപ്പെടുന്ന പല കർമ്മങ്ങളും ചെയ്ത് ഒന്നും പൂർത്തിയായതായിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താ? ഏക മനുഷ്യൻ്റെ ഒരൊറ്റ അനുസരണത്താൽ നമ്മളെല്ലാം രക്ഷപ്പെട്ടു എന്നാ, അല്ലേ? അതെവിടെ മാത്രമേ ഉള്ളൂ? അത് ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. ഈ വിശ്വാസത്തിൽ മാത്രമേ ഉള്ളൂ, ബൈബിളിൽ മാത്രമേ ഉള്ളൂ. ഏകൻ്റെ ഏകയാഗത്താൽ എന്നേക്കുമായുള്ള രക്ഷ നമുക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാം ആവർത്തിക്കപ്പെടുന്ന ഒരു സിസ്റ്റമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ന്യായപ്രമാണം 1-ാം വാക്യം, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകയാൽ ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അതിൻ്റെ കാരണം എന്താ? ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ടാണ്. ഇനി മുമ്പോട്ട് വായിക്കുമ്പം 11-ാം വാക്യം നോക്കിയേ. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും
പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. അടുത്ത വാക്യം നോക്കിയേ, 12-ാം വാക്യം. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട്, ഒറ്റ യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തനിക്ക് പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. 14-ാം വാക്യം. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ബൈ വൺ ആക്ട് ഓഫ് ഒബീഡിയൻസ് ഇഫ് യു ബിലീവ് ഇൻ ഇറ്റ് യു ആർ സേവ്ഡ് ഫോർ എവർ. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും ഒരു യാഗമോ പൂജയോ കർമ്മങ്ങളോ നടത്തേണ്ട കാര്യമില്ല. കാരണം വൺ ആക്ട് ഓഫ് ഒബീഡിയൻസ്, ഇതാ ബൈബിൾ പറയുന്നത്, ഒരൊറ്റ യാഗത്താൽ നിങ്ങൾ വിശദീകരിക്കപ്പെട്ടു. എപ്പോൾ പാപപ്രവൃത്തി ഉണ്ടായാലും എങ്ങോട്ട് നോക്കിയാൽ മതി? ആ ഒരൊറ്റ യാഗത്തിൽ രക്തത്താലുള്ള വീണ്ടെടുപ്പിലേക്ക് മാത്രം നോക്കിയാൽ മതി. കുഞ്ഞാടിന്റെ ഒരിക്കലായി ചിന്തപ്പെട്ട ശരീരയാഗത്താൽ നാം എല്ലാവരും വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഫെയ്ത്ത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ഒരു ലിവിറ്റിക്കൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്, അതായത് ലേവ്യ പൗരോഹിത്യം. അതിൻ്റെ ഒരു കോപ്പി, മാനുഷികമായ വികൃതമായ കോപ്പികൾ. ഒറിജിനൽ കോപ്പി അല്ല, ഒറിജിനൽ ബൈബിളിലേ ഉള്ളൂ, ബാക്കിയെല്ലാം മാനുഷികമായ കോപ്പികൾ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ശരിക്കും ഈ ഓർത്തഡോക്സ് ചർച്ചിൽ പാടുന്നൊരു പാട്ടുണ്ട്, ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശയോട് ഒന്നിച്ച്. കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം അത്? ഓർത്തഡോക്സ് വന്ന ആർക്കെങ്കിലും അറിയാം? സ്കറിയായ്ക്ക് അത് നൽകി മോശ. ഏതാ ആദ്യ ആചാര്യത്വം? ഫസ്റ്റ് പൗരോഹിത്യം എവിടെ നിന്ന് കിട്ടിയതാ? ആദ്യാചാര്യത്വം കൈക്കൊണ്ടു അഹ്റോൻ മോശയോട് ഒന്നിച്ച്, അഹ്റോനിൽ നിന്ന് കിട്ടിയതാണ്. സ്കറിയായ്ക്ക് അത് നൽകി മോശ. അപ്പൊ സ്കറിയ വരെ അത് തുടർന്നു. സ്കറിയ യോഹന്നാന് കൊടുത്തു. എന്ത് കൊടുത്തു? പൗരോഹിത്യം കൊടുത്തു. യോഹന്നാൻ തിരശ്ശീലയ്ക്കകത്ത് ശുശ്രൂഷിച്ചോ? ഇല്ല. പക്ഷെ പാട്ട് അങ്ങനെ പറയുന്നത്. യോഹന്നാൻ കർത്താവിന് കൊടുത്തു. എന്ത് കൊടുത്തു? സ്നാനം കൊടുത്തോ പൗരോഹിത്യം കൊടുത്തോ? പാട്ടിൽ എന്താ പറയുന്നത്? പൗരോഹിത്യം കൊടുത്തു. അപ്പോൾ യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തിയപ്പോൾ തലയിൽ കൈവച്ചത്രേ. അങ്ങനെ ബൈബിളിലില്ല. ആ കൈ വെച്ചപ്പോൾ പൗരോഹിത്യം യേശുവിന് കിട്ടി. യേശു അത് നമുക്കെല്ലാം കിട്ടി തന്നു. ശിഷ്യന്മാർക്ക് കൊടുത്തു. ഈ കർത്താതൻ ശിഷ്യന്മാർക്കും നാനാജാതി വിഭാഗങ്ങൾക്കേക്ക് സ്ലീഹന്മാർ എന്ന് പറയുമ്പോൾ എന്താ അതിനർത്ഥം? യേശുവിൻ്റെ പൗരോഹിത്യം എന്ത് പൗരോഹിത്യം എന്നാണ് പാടുന്നത്? ലേവ്യ പൗരോഹിത്യം എന്നാണ് പാടുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയായ ലേവിയുടെ മകനായ സന്തതിയായ മോശയും അഹ്റോനും ചെന്ന് ഏറ്റെടുത്ത പൗരോഹിത്യം ഇവർ വഴി യേശുവിൽ വന്നു. അതാണ് ഇന്ന് തുടരുന്നത്. നമ്മൾ ഓപ്പണായിട്ട് പറയും അല്ലേ? പക്ഷെ ബൈബിൾ എന്താ പറയുന്നത്? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം. ഈ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഉള്ളതിന്റെ പ്രത്യേകത എന്താണ്? എബ്രായ ലേഖനം 9-ാം വാക്യത്തിൽ പറയുന്നത്, 7-ാം അധ്യായത്തിൽ പറയുന്നത്, ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായി മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന എബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. എബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും ഒരു പുരോഹിതനായിരിക്കുന്നു. അങ്ങനെ ഒരിക്കലും ആരംഭമോ അവസാനമോ ഇല്ലാത്ത ഒരു പുരോഹിതൻ അവന്റെ സ്വന്തം ശരീരത്തെ കീറി യാഗമർപ്പിച്ച ഒരൊറ്റ യാഗത്താൽ സകല മതങ്ങളും അവസാനിച്ചു. ഇനി എല്ലാവർക്കും ആ യാഗത്തിലേക്ക് നോക്കിയാൽ രക്ഷ പ്രാപിക്കാം. ആ തിരശ്ശീല കീറിപ്പോയതോടുകൂടി ലോകത്തിൽ ഒരു മതവും അവശേഷിക്കുന്നില്ല. എല്ലാവരോടും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് നന്നാകണോ, രക്ഷപ്പെടണോ, ഈ ഒരൊറ്റ യാഗത്തിലേക്ക് നോക്കിക്കോ. ആ മരിച്ചു കിടക്കാൻ പോകുന്ന ആ ബ്രാഹ്മണനായ ഹിന്ദുവിനോട് ഞാൻ പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? അപ്പം മറുപടി, നിങ്ങൾ പുഴുവോ പാറ്റയായിട്ട് ജനിക്കുമെന്നൊന്നും ഭയപ്പെടണ്ട. നിങ്ങൾ എന്തായിരുന്നോ ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ ചെയ്യേണ്ടിയിരുന്നത്, എന്തായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്, അതെല്ലാം നിങ്ങളുടെ പേരിൽ വേറൊരാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും വേറൊരാൾക്ക് വേണ്ടി കുർബാന, വേറൊരാൾക്ക് വേണ്ടി പൂജ എന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ. അതുപോലെ ഈ ലോകത്ത് ആരെല്ലാം വിശ്വസിക്കുമോ അവർക്കെല്ലാം വേണ്ടിയാണ് ഈ മഹാപുരോഹിതനായ യാഗം കഴിച്ചത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ യാഗം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് വേറൊരാൾ ചെയ്തു കഴിഞ്ഞു, പെർഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ പിന്നെ നിങ്ങളുടെ മതത്തിന് ഇനി പ്രസക്തിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അതെല്ലാം വിട്ട് അവൻ എന്ത് വിശ്വസിച്ചാൽ മതി? ഈ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ആദമിന്റെ സന്തതിയായി ജനിക്കുന്ന സകലരും എന്ത് ചെയ്യണം? മരിക്കണം. അപ്പൊ എനിക്കൊരു വലിയ കടം വീട്ടാനുണ്ടായിരുന്നു. ആ വലിയ കടം എന്തായിരുന്നു അറിയോ? മരണം. ലോകത്തിൽ എല്ലാ മനുഷ്യനെയും ഭയപ്പെടുത്തുന്ന ആ മരണമാണ്. അപ്പൊ യേശു എങ്ങനെയാ കടം വീട്ടിയതെന്നറിയോ? 2 കൊരിന്ത്യ ലേഖനം 5:14 വായിച്ചേ. ആ ഏക മഹാപുരോഹിതൻ ഒറ്റ യാഗം കഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 1 ആക്ട് ഓഫ് ഒബീഡിയൻസ്. വായിച്ചു 2 കൊരിന്ത്യ ലേഖനം 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ
എല്ലാവരും മരിച്ചു. അപ്പൊ ഒറ്റയാൾ മരിച്ചപ്പം എന്ത് സംഭവിച്ചു? ആരെല്ലാം വിശ്വസിക്കും അവരെല്ലാം മരിച്ചു. അപ്പൊ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ സ്വർഗത്തിൽ ചേസ് ജോസഫ് എഴുതിയിട്ട് എന്താ എഴുതുന്നറിയോ? ഓൾറെഡി മരിച്ചവനെന്നാ. അപ്പൊ ഇനി നമ്മൾ മരിക്കണോ? നമ്മൾ നരകത്തിൽ പോകണോ? നമ്മൾ ശിക്ഷാവിധി അനുഭവിക്കണോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? രക്ഷപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഒരൊറ്റ യാഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അവൻ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആദമിന്റെ പേരിൽ ഞാൻ വീട്ടാനുണ്ടായിരുന്ന മരണം എന്ന കടം യേശുവിന്റെ ആ ഒറ്റ യാഗത്താൽ അവൻ തീർത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ മരിക്കേണ്ട മരണം, പാപത്തിന്റെ ഫലമായി ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ അവൻ അവന്റെ ഏകയാഗത്താൽ കാൽവരി ക്രൂശിൽ നിർവഹിച്ചു കഴിഞ്ഞു. അത് വിശ്വസിക്കുന്നവർക്കെല്ലാം ജീവൻ ലഭിക്കത്തക്ക രീതിയിൽ, നീതീകരണം ലഭിക്കത്തക്ക രീതിയിൽ എന്റെ മരണം അവസാനിച്ചു. മൈ ഡെപ്റ്റ് ഈസ് പെയ്ഡ് ഇൻ ഫുൾ. എന്റെ കടം കർത്താവ് പൂർണ്ണമായും വീട്ടിയിരിക്കുന്നു. എത്ര പേർക്ക് ഇത് വിശ്വാസമുണ്ട്? ഇത് വിശ്വസിക്കുന്നവർ ഒരു പ്രവൃത്തികളാലുമല്ല, ഈ വിശ്വാസത്താൽ നിത്യജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ പ്രവൃത്തികളുടെയും കാലം കഴിഞ്ഞു. ക്രിസ്തു എപ്പോൾ നമുക്ക് വെളിപ്പെട്ട് വരുന്നോ അവന്റെ പ്രവൃത്തികളിലേക്ക് നമ്മൾ നോക്കും തോറും നമ്മൾ അവന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അവന്റെ ആ നീതിയാൽ നമ്മൾ നീതീകരിക്കപ്പെടും. അവന്റെ വിശുദ്ധിയാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. ഓരോ ദിവസവും ക്രിസ്തു നമ്മളിൽ ജീവിക്കും. നമ്മൾ എപ്പോൾ ആ ക്രൂശിതമായ ക്രിസ്തുവിന്റെ യാഗത്തിലേക്ക് നോക്കുന്നോ അപ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, നിക്കോദെമോസിനോട് യേശു പറഞ്ഞ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെള്ളത്താലും ആത്മാവിനാലും. 4ഉം 3ഉം എന്നുള്ള പ്രിൻസിപ്പിൾ നിങ്ങൾ മറന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഈ ലോകത്തിൽ പാപത്തിന്റെ തത്വത്തിന് നമ്മൾ അടിമകളായിരുന്നു. ആ പാപത്തിന്റെ പാഠങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ, ഞാനും അവന്റെ കൂടെ മരിച്ചപ്പോൾ ആ പാഠങ്ങളോടും ഞാൻ മരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? കൊളോസ്യർ 2:20 വായിക്കോ. കൊളോസ്യ ലേഖനം 2:20. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. അപ്പം നിക്കോദെമോസിനോടുള്ള മറുപടിയായി. നിക്കോദെമോസിന് എങ്ങനെ മരിക്കാൻ പറ്റും? നിക്കോദെമോസിനോട് സ്വയം പോയി ചാകുന്ന കാര്യമല്ല പറയുന്നത്. യേശു മരിക്കുമ്പോൾ അവൻ എനിക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്, അവൻ എൻ്റെ മരണമാണ് മരിക്കുന്നതെന്ന് നിക്കോദെമോസ് വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? അവന് മരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ യേശു നിങ്ങൾക്കാരുടെ മരിച്ചതെന്ന്? നിങ്ങളുടെ മരണത്തെ അവൻ എടുത്തു കളഞ്ഞതെന്ന് വിശ്വാസമുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മതത്തിന്റെ പുറകെയും ജാതികളുടെ പുറകെയും വർഗ്ഗങ്ങളുടെ പുറകെയും കൂതാശകളുടെ പുറകെ ഓടുന്ന സമയത്ത് യേശു ക്രിസ്തുവിലേക്ക് ഒരൊറ്റ നോട്ടം നോക്കാൻ നിങ്ങൾക്ക് ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ ന്യായാധിപ സിംഹാസനത്തിന് മുമ്പിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. അത് ലോകത്തുള്ള സകല മനുഷ്യർക്കുമുള്ള സദ്വാർത്ത. നിങ്ങളുടെ മതങ്ങൾ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ഇനി ഇടനിലക്കാരുടെ ആവശ്യമില്ല. ഏതു മനുഷ്യനും കൃപാസനത്തിലേക്ക് തിരിയുവാൻ കർത്താവ് ആ കൃപാസനം എന്നേക്കുമായി തുറന്നിട്ടിരിക്കുന്നു. അവന്റെ ദേഹം എന്ന തിരശ്ശീല കീറി ഇനിയൊരു തിരശ്ശീലയ്ക്ക് നിങ്ങളിൽ നിന്നൊന്നും മറയ്ക്കാൻ സാധിക്കില്ല. കാരണം അവൻ ആ തിരശ്ശീല എന്നേക്കുമായി കീറിക്കളഞ്ഞിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ മരണം ഒന്നാമത്തെ കാര്യമാണ്. നമ്മൾ എപ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിന്റെ സദൃശ്യം സമ്മതിക്കുന്നു, അത് എനിക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ എപ്പോൾ സമ്മതിക്കുന്നു, എപ്പോൾ നിങ്ങളുടെ പാപങ്ങളെ ആ ക്രൂശിൽ തീർന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, ആ പാപമോചനം നിങ്ങൾ ദൈവത്തിൽ നിന്ന് എപ്പോൾ പ്രാപിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ പോലും അറിയാത്ത ഒരു അത്ഭുതം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കും. എന്താണെന്നറിയാമോ? അവന്റെ ആത്മാവ് നിങ്ങളെ വീണ്ടും ജനിപ്പിക്കും. When you identify yourself with the death of Christ, His Spirit will quicken you and will give you a new life. ഒരു പുതിയ ജീവൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് യേശുവിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ്. അതിന് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കിയിട്ട്, എൻ്റെ കർത്താവെ, ഞാൻ കരയേണ്ട കരച്ചിൽ നീ കരഞ്ഞതിനായിട്ട് സ്തോത്രം, ഞാൻ മരിക്കേണ്ട മരണം നീ മരിച്ചതിനായിട്ട് സ്തോത്രം, കർത്താവെ നിന്റെ മരണത്തിൽ ഞാനും മരിക്കുന്നു, എനിക്കിനി പാപ ശരീരത്തിൽ ജീവിക്കേണ്ട, എനിക്ക് ആ ആത്മാവിനാലുള്ള പുതിയ ജീവൻ മതി, യേശുവിൻ്റെ ജീവൻ മതി. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു നിലവിളി ഉള്ളിൽ വരികയാണെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, അവൻ്റെ അടുത്ത് പാപങ്ങളെ മോചിപ്പാൻ ഇഷ്ടംപോലെ ധനമുണ്ട്. റോമാലേഖനത്തിൽ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. റോമാലേഖനം 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിൽ രക്ഷയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 9-ാം വാക്യം, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. 11-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ച് പോവുകയില്ല. 12-ാം വാക്യം, യഹൂദനെന്നും യവനനെന്നും ഒരു വ്യത്യാസവുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന ഓർമ്മയുണ്ടോ? യഹൂദനെന്നും യവനനെന്നും ഒരു വ്യത്യാസവുമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. നേരത്തെ എല്ലാം വ്യത്യാസമായിരുന്നു, ഇപ്പോൾ ഒരു കർത്താവേ ഉള്ളൂ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു,
കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് സംശയം ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് നിലവിളിച്ചാൽ മതി. കർത്താവേ, എന്നെ രക്ഷിക്കണേ, ഞാനൊരു പാപിയാണ്, ഞാൻ നിന്നെ ഉപയോഗിക്കുകയായിരുന്നു ലോകത്തിൽ നന്മ കിട്ടാൻ വേണ്ടി. കർത്താവെ, ഞാൻ നിന്നെ എൻ്റെ മുമ്പിൽ വരച്ച് കിട്ടിയിട്ടും ഞാൻ ലോകത്തെയാണ് സ്നേഹിച്ചത്. കർത്താവെ, എനിക്ക് ആ പഴയ ലോകത്തോടുള്ള സ്നേഹമുള്ള ആ ജീവിതം വേണ്ട, എനിക്ക് നീ എന്നിൽ ജീവിക്കുന്ന പുതിയ ജീവൻ വേണം. അതുകൊണ്ട് കർത്താവെ, ഞാൻ പാപിയാണ്, എന്നോട് നീ ക്ഷമിക്കണമേ എന്ന് നിലവിളിക്കുന്ന ഏതു മനുഷ്യനും നൽകുവാൻ തക്കവണ്ണം ദൈവം സമ്പന്നനാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും കർത്താവിനോട് അങ്ങനെ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പാപമോചനം ദൈവം നിങ്ങൾക്ക് നൽകും. റോമാലേഖനം 5:1 ഇങ്ങനെയാണ് പറയുന്നത്. റോമാലേഖനം 5:1, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ, നമ്മൾ അവന്റെ ക്രൂശിൽ, അവന്റെ മരണത്തിൽ, ആ മഹാപുരോഹിതന്റെ ഏകയാഗത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാളെ നമുക്ക് അവൻ്റെ മുമ്പിൽ സമാധാനമായിട്ട് നിന്ന് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവനെന്നുള്ള മക്കൾ എന്ന അവകാശം പ്രാപിച്ചവരായിട്ട് നമുക്ക് മാറുവാൻ യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടേണ്ടതുണ്ട്. അവൻ്റെ ആത്മാവിനാൽ എപ്പോൾ നമ്മളത് പറയുന്നോ, ദൈവം നമ്മളെ ജനിപ്പിക്കും. എങ്ങനെ ജനിപ്പിക്കും? നമ്മളല്ല ജനിപ്പിക്കുന്നേ. ആരാ ജനിപ്പിക്കുന്നേ? നമ്മൾ എപ്പോൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ യാഗത്തിലേക്ക് നോക്കുന്നോ, ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്നോ, അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും നിങ്ങളെ നീതിമാനെന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യും. ആ നീതീകരണമാണ് നമ്മുടെ ജീവൻ. അത് ആത്മാവിനാലാണ് സംഭവിക്കുന്നത്. ആത്മാവിനാൽ നീതീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ യേശുക്രിസ്തു എന്ന ഏകയാഗത്തിലേക്ക് അടുത്ത് ചെല്ലണം. അത് ഫ്രീ ആണ്, അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇത് ആരും ചെയ്യില്ല. കാരണം യേശുവിനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാതെ വണ്ണം ഈ ലോകത്തിൻ്റെ പ്രഭു അനേകരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ കേൾവി ഹൃദയങ്ങളെ തുറക്കാൻ ശക്തിയുള്ളതാണ്. ഇന്ന് സുവിശേഷത്തിൻ്റെ ശബ്ദം താഴോട്ട് വായിക്കുമ്പോൾ 10-ാം അധ്യായം റോമരുടെ 10 താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അതായത് ഇതിൻ്റെ ഓർഡർ ഇതാണ്: പ്രസംഗിക്കപ്പെടുന്നു, കേൾക്കപ്പെടുന്നു. കേൾക്കപ്പെടുമ്പോൾ വചനത്തിൻ്റെ കേൾവി ഹൃദയത്തെ തുറക്കുന്നു, വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നു. യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഇനി മതം എന്നെ അടിമയാക്കേണ്ട കാര്യമില്ല. ഞാൻ ഒറ്റ യാഗത്തിൽ വിശ്വസിക്കുന്നു. അവൻ എനിക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ചു. ഇനി അവൻ എനിക്ക് പകരക്കാരനായി എന്നിൽ ജീവിക്കണം. ഞാൻ അവന് പകരം ഈ ദേശത്ത് ജീവിക്കണം. ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ്. ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന പുതിയ ജീവനാണ് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്നത്. ദൈവത്തിൻ്റെ മകൻ ആരാ? കർത്താവ് യേശു ക്രിസ്തുവ. അപ്പോൾ ആ ജീവൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ആരായി? മക്കളായി. എങ്ങനെ ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അവകാശം ലഭിക്കുന്നത്? അവനെ കൈക്കൊണ്ട്, അവൻ്റെ ആത്മാവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. അതിൽ യവനെന്നില്ല, യഹൂദനെന്നില്ല, പെന്തക്കോസ്തുകാരനെന്നില്ല, മർത്തോമക്കാരനെന്നില്ല. ആര് വിശ്വസിക്കുന്നോ അവർക്കെല്ലാം സൗജന്യമായി ലഭിക്കുന്ന നിത്യജീവനെ കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് വെളിപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഇന്ന് വരെ കർത്താവെ, ഈ രീതിയിൽ ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല, നിന്റെ യാഗത്തിൽ എൻ്റെ പാപങ്ങളെ നീ തീർത്തതിനായിട്ട് സ്തോത്രം, ഞാൻ ഇനി ഒന്നിനും അടിമയല്ലാതെ നിന്റെ ദാസനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, നിന്റെ പുത്രനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, നിന്റെ ആത്മാവിനാൽ എന്നെ ജീവിപ്പിക്കണമേ എന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, അവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ ചുറ്റും നോക്കണ്ട. കാരണം നമുക്ക് വേണ്ടി കർത്താവ് അവനെ തന്നെ നൽകിയ ഈ വിലയേറിയ രക്ഷ അത് അഗണ്യമാക്കി കളഞ്ഞാൽ, നാളെ ഒരു ദിവസം നമുക്കില്ലാതെ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സഹായാവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനം, ജീവിപ്പിക്കുന്ന വചനം കർത്താവെ, സകലരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച് ഒരാത്മാവ് പോലും ഇവിടെ വന്നിരിക്കും നഷ്ടപ്പെടാതിരിക്കാൻ തക്കവണ്ണം അങ്ങയുടെ കൃപയെ പ്രാപിക്കാൻ അവരെ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.